തിരുവചനം, ജീവൻ നൽകിയ വചനം, ജീവന്റെ വചനം. ജീവന്റെ വചനം ഓൺലൈൻ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം ഈ ശുശ്രൂഷകളുടെ മേൽ വന്ന് നിറയപ്പെടുവാൻ ആത്മാർത്ഥമായ ആഗ്രഹത്തോടെ, പ്രാർത്ഥനയോടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി നമുക്കൊന്നു ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മനദിയായൊഴുകി എന്നിലിന്നു വാ, ആത്മശക്തിയായൊഴുകി എന്നിലിന്നു വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. പന്തക്കുസ്ത നാളിലെ മാളിക മുറി അഗ്നിനാവിനാൽ മുഴുവൻ നിറച്ചവനെ, പന്തക്കുസ്ത നാളിലെ മാളിക മുറി അഗ്നിനാവിനാൽ മുഴുവൻ നിറച്ചവനെ, അഗ്നിജ്വാല പോൽ പിളർന്നിറങ്ങി വാ, കൊടുങ്കാറ്റുപോലെ വീശി എന്നിൽ വാ, അഗ്നിജ്വാല പോൽ പിളർന്നിറങ്ങി വാ, കൊടുങ്കാറ്റുപോലെ വീശി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി 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 വാ. ദൈവമേ, അങ്ങയുടെ വിശുദ്ധ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതമേറിയ കാര്യങ്ങളെ കാണുവാനും ഗ്രഹിക്കുവാനും ഞങ്ങളുടെ ആത്മീയ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമേൻ. 16-ാം സങ്കീർത്തനം. ദൈവമേ, ഞാൻ നിങ്ങൾ പ്രത്യാശിച്ചിരിക്കുകയാൽ എന്നെ കാത്തു പരിപാലിക്കണമേ. ഞാൻ കർത്താവിനോട് എൻ്റെ കർത്താവ് നീ ആകുന്നുവെന്നും എൻ്റെ നന്മ നിൻ്റെ അടുക്കൽ നിന്നാകുന്നു എന്നും പറഞ്ഞു. ഭൂമിയിലെ ശുദ്ധിമാന്മാരോടും മഹത്തുക്കളോടും എൻ്റെ ഇഷ്ടം എല്ലാം അവരിലാകുന്നു എന്ന് ഞാൻ പറഞ്ഞു. അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ നൊമ്പരങ്ങൾ വേഗത്തിൽ വർദ്ധിക്കും. അവരുടെ രക്തപാനീയ ബലികളെ ഞാൻ കഴിക്കുകയില്ല. അവരുടെ നാമങ്ങളെ എൻ്റെ അധരങ്ങളിൽ ഓർക്കുകയില്ല. എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും ഓഹരിയാകുന്ന കർത്താവേ, എൻ്റെ അവകാശത്തെ എനിക്ക് തിരിച്ചു തരുന്നവൻ നീയാകുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറഖുമോർ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ നമ്മുടെ മേൽ തന്നെ കരുണയും മനോടും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അനുഗ്രഹീതരായ സഹോദരി സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ഇളവറ്റ കരുണയാൽ വീണ്ടും ഒരു പ്രാവശ്യവും കൂടി ഒരുമിച്ചായിരിക്കാൻ തക്കവണ്ണം ദൈവം നമുക്ക് തന്ന അവസരത്തിനായി ദൈവത്തെ നമുക്ക് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം
സഭയെ മേയിച്ച് ഭരിച്ച് ദീർഘനാളോളം നമ്മോടുകൂടി നടന്ന നമ്മുടെ ശ്രേഷ്ഠ കാതോലിക്ക ബാവായുടെ വേർപാടിനെ തുടർന്ന് സഭ ദുഃഖത്തിലും വേദനയിലുമാണ്. ആ വേദനയിൽ നാം ഓരോരുത്തരും പങ്കുചേരുകയും ശ്രേഷ്ഠ ബാവാ തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ബാവാ തിരുമേനിയുടെ മധ്യസ്ഥൽ അഭയപ്പെടുകയും ചെയ്യുവാനായിട്ട് നാം ഓരോരുത്തരും കടപ്പെട്ടിരിക്കുന്നതായ നാളുകളാണ് ഇതെന്ന് നമുക്ക് ഓർക്കാം. അനുഗ്രഹീതരായ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു നമുക്ക് ഫലമേൽപ്പിച്ച് തൻ്റെ അപ്പോസ്തലന്മാരിൽ പ്രധാനിയായിരുന്ന പരിശുദ്ധ പത്രോസ്ലീഹായെ, നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾക്ക് അതിന് ജയിക്കുവാൻ കഴിയുകയില്ല, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു, നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിലും അഴിയപ്പെട്ടിരിക്കും എന്ന് പറഞ്ഞ് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള വാക്യങ്ങളിൽ പരമേൽപ്പിക്കുന്നത് പോലെ സ്ഥാപിച്ച് നമുക്ക് നൽകിയതായ പരിശുദ്ധ സഭയുടെ അംഗങ്ങളായി തീരുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് ഭാഗ്യം തന്നവർ ദൈവത്തെ നമുക്ക് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. പരിശുദ്ധ സഭയുടെ വിശ്വാസത്തെ യാതൊരു കളവും കൂടാതെ പിതാക്കന്മാർ വഴിയായി നമുക്ക് പരമേൽപ്പിച്ചു തരുമ്പോൾ കാലാകാലങ്ങളിൽ വിശുദ്ധരായ പിതാക്കന്മാരെ നമുക്ക് എഴുന്നേൽപ്പിച്ചു തന്ന സഭയെ സത്യവിശ്വാസത്തിൽ നിലനിർത്തിക്കൊണ്ടുപോകാൻ ദൈവം നമ്മെ കരുതി. ഈ നാളുകളിൽ നാം ഭാഗ്യമുള്ളവരാണ്. കാരണം വിശുദ്ധരായ പിതാക്കന്മാർ ജീവിച്ചിരുന്ന നാളുകളിലൂടെ തന്നെയാണ് നമുക്കും കടന്നു പോകാനായിട്ട് ദൈവം ഭാഗ്യം തന്നിട്ടുള്ളത്. പരിശുദ്ധ സഭയെ മേയിച്ചു ഭരിച്ച 50 വർഷക്കാലത്തെ പരിശുദ്ധ സഭയുടെ ചരിത്രം നാം പരിശോധിക്കുമ്പോൾ നമ്മെ വഴി നടത്തി ദൈവകൃപയിലൂടെ നമ്മെ നയിച്ച നമ്മുടെ മലങ്കര യാക്കോബായ സുറിയാൻ സഭയുടെ പകരക്കാരനില്ലാത്ത അമരക്കാരനായി മലങ്കരയുടെ യാക്കോബ് ബോർദാനയായി നമ്മെ നയിച്ച ശ്രേഷ്ഠ കാതോലിക്ക ബോൻമാർ ബാസേലിയോസ് തോമസ് ഫ്രോൻ ബാവായുടെ ചരിത്രമാണ് പരിശുദ്ധ സഭയെ സംബന്ധിച്ചിടത്തോളം 50 വർഷത്തെ ചരിത്രവും. അതൊക്കെ നമുക്കറിയാവുന്നതാണ്. അങ്ങനെയൊക്കെ നാം പരിശുദ്ധ സഭയെ സംബന്ധിച്ചിടത്തോളം ശ്രേഷ്ഠ ബാവായെ സംബന്ധിച്ചിടത്തോളം ഓർക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ഈ സെൻറ് ജോൺസ് മിഷൻ ധ്യാന കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളവും ശ്രേഷ്ഠ ബാവായുടെ കരുതലും സ്നേഹവും ഇതിൻ്റെ ആരംഭകാലം മുതൽ ഇതിൻ്റെ സ്ഥാപകനായി പ്രവർത്തിച്ചു വരുന്ന ഈ മിഷൻ്റെ ഡയറക്ടറായിരിക്കുന്നതായി ജോണി ബ്രദറെ സ്നേഹിക്കുകയും കരുതുകയും അങ്ങനെ ആരംഭിച്ചതായി പ്രസ്ഥാനത്തെ ശ്രേഷ്ഠ ബാവ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഓരോ സമയത്തും സന്ദർഭങ്ങളിലുമൊക്കെ അനുഗ്രഹകരമായിരിക്കുന്നതായ നിർദ്ദേശവും ഇതിനാവശ്യമായിരിക്കുന്നതായി കൈത്താങ്ങലുമൊക്കെ നടത്തി നമ്മെ കരുതി സ്നേഹിച്ചാണ് ഇന്ന് കാണുന്നതായ ഈ സെൻറ് ജോൺസ് മിഷൻ ഇത്രത്തോളം വളർന്നിട്ടുള്ളത്. ശ്രേഷ്ഠ ബാവായുള്ളതായ കടപ്പാടും കടമയും സെൻറ് ജോൺസ് മിഷനെ സംബന്ധിച്ചിടത്തോളം ചെറുതല്ല, വലുതാണ്. എന്നും ബാവായെ ഓർക്കുവാനും ദൈവതിരുസന്നിധിയിൽ വിശുദ്ധന്മാരോടുകൂടി ദൈവത്തെ പാടി സ്തുതിക്കുമ്പോൾ നമ്മെ ഓർത്ത് പ്രാർത്ഥിക്കുവാനും നമുക്ക് ബാവായുടെ മധ്യസ്ഥൽ അഭയപ്പെടുവാൻ കടമയുണ്ട് എന്ന് നാം ഓർത്തിരിക്കണം. കർത്താവിനാൽ അനുഗ്രഹീതരായ സഹോദരി സഹോദരങ്ങളെ, മോശയെ പോലെ ദൈവത്തോട് ചേർന്ന് നടന്ന് ദൈവത്തിൻ്റെ കൽപ്പനകൾക്കനുസൃതമായി ദൈവം ജനത്തെ വഴി നടത്തി കനാൻ ദേശത്തേക്ക് നയിച്ച മോശയെ പോലെ ഈ കാലഘട്ടത്തിൽ ദൈവം നമുക്ക് തന്നതായ വിശുദ്ധനാണ്, ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്, ഒരു പ്രവാചകൻ ആണ് ശ്രേഷ്ഠ ബാവാ തിരുമേനി എന്നുള്ളതിൽ സംശയമില്ല. ഓരോ സന്ദർഭങ്ങളിലും സമയങ്ങളിലുമൊക്കെ ദൈവം അനുഗ്രഹകരമായിരിക്കുന്ന അനുഭവങ്ങളിലൂടെ അത്ഭുതങ്ങളിലൂടെ വഴി നടത്തിയ ജീവചരിത്രമാണ് ശ്രേഷ്ഠ ബാവായുടെ ചരിത്രം. ശ്രേഷ്ഠ ബാവാ തിരുമേനി കൽപ്പിച്ച് ഫലമേൽപ്പിച്ചിട്ടാണ് ഈ പ്രസ്ഥാനത്തിൽ നിങ്ങളോടൊപ്പം ഇതിൻ്റെ ചുമതലയിൽ ഒരു ഭാഗവക്കാകുവാനായിട്ട് ദൈവം എനിക്കും അവസരം തന്നിട്ടുള്ളത്. അതൊക്കെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ഈ പ്രസ്ഥാനത്തിൻ്റെ എല്ലാ സകല കാര്യങ്ങളിലും ഓരോ സന്ദർഭങ്ങളിലും സമയങ്ങളിലും ശ്രേഷ്ഠ ബാവാ തിരുമനസ്സുകൊണ്ട് നമ്മെ സ്നേഹിക്കുകയും കരുതുകയും ഉപദേശങ്ങൾ നൽകുകയും
വഴി നടത്തുകയും ചെയ്തതൊക്കെ ഓർത്ത് തൃപ്പാദത്തെങ്കിൽ വളരെ ഭക്തി ആദരപൂർവ്വം ആദരാഞ്ജലികൾ ഈ സമയത്ത് അർപ്പിക്കുകയും ശ്രേഷ്ഠബാബ തിരുമനസിൻ്റെ സന്നദ്ധിയിൽ മധ്യസ്ഥ യാചിക്കുകയും ചെയ്യുകയാണ്. കർത്താവിനാൽ അനുഗ്രഹീതരായ സഹോദരി സഹോദരങ്ങളെ, ധ്യാനകേന്ദ്രം, നമ്മുടെ ഈ ധ്യാനകേന്ദ്രം പല സന്ദർഭങ്ങളിലായി പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ അനുഭവിക്കുകയും മുൻപോട്ടൊക്കെ നടത്തിക്കൊണ്ടു പോകുവാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്ത സന്ദർഭങ്ങളിലൊക്കെയും ശ്രേഷ്ഠബാബായുടെ പ്രാർത്ഥനയും ശ്രേഷ്ഠബാബായുടെ കൈത്താങ്ങലും കരുതലുമൊക്കെ ഇതിനൊത്തിരി അനുഗ്രഹകരമായി തീർന്നിട്ടുണ്ട് എന്ന് ഓർക്കുകയും നന്ദിയോടെ ദൈവ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഈ പ്രസ്ഥാനം അത്രമാത്രം ബാബാ തിരുമനസിനോട് കടപ്പെട്ടിരിക്കുന്നു. ശ്രേഷ്ഠ ബാബാ തിരുമനസിൻ്റെ ചരിത്രത്തിലേക്കും അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലേക്കുമൊക്കെ കടന്നു ചെല്ലുമ്പോൾ ദൈവത്തോടു കൂടി നടക്കുകയും ദൈവം കൂടെ നടക്കുകയും ചെയ്ത അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങൾ ശ്രേഷ്ഠ ബാബായിൽ നിന്ന് തന്നെ സാക്ഷ്യമായി ഒത്തിരി പ്രസംഗങ്ങളിലൂടെ നാം കേട്ടിട്ടുള്ളതാണ്. ഒത്തിരിയൊക്കെ നാം മറന്നുപോയിട്ടുണ്ടാകാം. പുതിയതെല്ലാം അല്ലെങ്കിൽ ശ്രേഷ്ഠ ബാബ പറഞ്ഞിട്ടുള്ളതെല്ലാം നാം കേട്ടിട്ടുണ്ടായിരിക്കണമെന്നില്ല. അപ്പോൾ ശ്രേഷ്ഠ പറഞ്ഞതായ ചില അനുഭവങ്ങൾ, ചില സാക്ഷ്യങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവം എത്രമാത്രം ആ ശ്രേഷ്ഠ മഹാപുരോഹിതനെ കരുതിയിരുന്നു, വഴി നടത്തിയിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ബോധ്യമാകുവാനായിട്ടിടയാകും. നിങ്ങളൊക്കെ കേട്ടിട്ടുള്ളതായിരിക്കാം. പലപ്പോഴും പ്രസംഗിച്ച ബാബ പറഞ്ഞിട്ടുള്ളതായ ഒരു അനുഭവ സാക്ഷ്യം, ദൈവം വഴി നടത്തിയ, കണ്ണുനീരിനെ മാനിക്കുന്ന ഒരു ദൈവം ജീവിതത്തിൽ പ്രവർത്തിച്ച് കരുതിയിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ബാബ പ്രസംഗിച്ച് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. മെത്രാപോലിത്തയായിരുന്നതായ കാലഘട്ടത്തിൽ ഒരിക്കൽ ശ്രേഷ്ഠ ബാബ തിരുമനസ്സുകൊണ്ട് മോർ ദിവന്നാസ്യൂസ് തിരുമേനി ഒമാനിലെ മസ്കറ്റ് പള്ളിയിലേക്ക് അവിടെ പ്രോഗ്രാമിന് വേണ്ടി പോവുകയാണ്. ഇവിടെ നിന്നും യാത്ര ചെയ്യുമ്പോൾ ബാബയുടെ കയ്യിൽ കരുതിയിരുന്നത് അവിടെ നിന്ന് അയച്ചു കൊടുത്തതായ വിസയുടെ ഫോട്ടോസ്റ്റാറ്റായിരുന്നു. ശ്രേഷ്ഠ ബാബ തിരുമനസ്സുകൊണ്ട് അല്ലെങ്കിൽ കൊടുത്തുവിട്ടവരും അതൊന്നും അത്ര ചിന്തിച്ചിട്ടുണ്ടാവുകയില്ല. സാധാരണഗതിയിൽ ഫോട്ടോസ്റ്റാറ്റ് വിസയുമായി ഇവിടുന്ന് പോയാൽ അത് അവിടെ വിസ ഡെസ്കിൽ സബ്മിറ്റ് ചെയ്തിട്ടുള്ളത് എയർപോർട്ടിൽ വെച്ച് അവിടെ ചെന്ന് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് കാണിച്ചു കൊടുക്കുമ്പോൾ യഥാർത്ഥത്തിലുള്ളതായ വിസ എടുത്ത് പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്ത് പുറത്തിറക്കി വിടുകയാണ് പതിവ്. ആ അനുഭവമാണ് ബാബയുടെയും ജീവിതത്തിൽ അധികവും ഉള്ളത്. കാരണം അന്നൊക്കെ ഇത് ഒറിജിനൽ കയ്യിലേക്ക് കിട്ടുക എന്ന് പറയുന്നത് ഇന്നത്തെ പോലെയൊന്നും അത്ര എളുപ്പമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കയ്യിലുണ്ടായിരുന്നതായ ഫോട്ടോസ്റ്റാറ്റുമായിട്ട് മസ്കറ്റ് വിമാനത്താവളത്തിൽ ചെന്നിറങ്ങി. ശ്രേഷ്ഠ ബാബ തിരുമനസ്സുകൊണ്ട് ലഗേജുമൊക്കെ എടുത്ത് വിസ ഡെസ്കിൽ ചെന്ന് ഈ ഫോട്ടോസ്റ്റാറ്റ് വിസ കാണിച്ചു കൊടുത്തു. അവിടെ നോക്കിയിട്ട് അതെടുത്ത് പാസ്പോർട്ടിൽ അടിക്കുമെന്നാണ് ബാബൻ വിചാരിച്ചിരുന്നത്. പക്ഷേ അവിടെ സബ്മിറ്റ് ചെയ്യാതെ അവർ ആരുടെ കൈവശം ഇങ്ങോട്ട് കൊടുത്തു വിട്ടിരുന്നത് കൊണ്ട് അവിടെ വിസ ഡെസ്കിൽ വിസ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ശ്രേഷ്ഠ ബാബ തിരുമനസ്സ് കാണിച്ചു കൊടുത്ത ഈ വിസ അവർ നോക്കി പരിശോധിച്ചിട്ട് ഒറിജിനൽ ഇല്ലാത്തത് കൊണ്ട് അവിടെ നിന്ന് മാറ്റി നിർത്തി. അവിടെ മാറി നിൽക്കണമെന്ന് പറഞ്ഞ് മാറ്റി നിർത്തി. നിങ്ങൾക്കറിയാമോ, ഒരു വിസയില്ലാതെ വിദേശ രാജ്യത്ത് നിന്ന് ഇറങ്ങിയാൽ എന്തായിരിക്കും സംഭവിക്കുക? അവിടെ മാറ്റി നിർത്തി 3 മണിക്കൂറോളം നിന്ന് കഴിഞ്ഞാൽ ശ്രേഷ്ഠ ബാബ തിരുമനസ്സുകൊണ്ട് കൽപ്പിച്ച് പറഞ്ഞിട്ടുള്ളതായ ഓർമ്മയിൽ നിന്നാണ് ഞാനിത് പറയുന്നത്. 3 മണിക്കൂർ അവിടെ നിർത്തിക്കഴിഞ്ഞാൽ മറ്റൊന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ അവർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. അന്ന് ഫോൺ സൗകര്യങ്ങളൊക്കെ വളരെ ചുരുക്കമാണ്. മൊബൈൽ ഫോൺ സൗകര്യമൊന്നുമില്ല. ആരോടാണ് പറയുക, എന്താണ് പറയുക, എങ്ങനെയാണ് പറയുക എന്നതിനെക്കുറിച്ചൊന്നും ഒരു നിശ്ചയമില്ലാതെ ഹൃദയം നുറുങ്ങി ദൈവതിരുസനയിൽ പ്രാർത്ഥിച്ച് കണ്ണുനീരോടെ ആ മൂലയ്ക്കൽ മാറി നിന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ സംരക്ഷിക്കുന്നു. തിരുവചനത്തിൽ വായിക്കുന്നത് പോലെ ഏതാണ്ട് 2 മണിക്കൂറോളം കഴിഞ്ഞപ്പോഴേ വേവലാതിയും വിഷമവും വേദനയുമായി നിൽക്കുമ്പോൾ അനേകർ ഇങ്ങനെ വിസ അടിച്ചൊക്കെ പുറത്ത് കടന്നു പോകാനായിട്ട് ക്യൂവിൽ നിന്ന് പുറത്തേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ആരും അടുത്തേക്ക് വരികയോ ഒരു സഹായത്തിന് വരികയോ പരിചയമുള്ള ആരെയും കാണുകയോ ചെയ്യാത്തതിനാൽ കണ്ണുനീര്
രക്തമായിട്ട് പുറത്തേക്ക് ഒഴുകത്തക്ക രീതിയിലുള്ള ഹൃദയത്തിൻ്റെ വേദനകളുണ്ട്. അവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു മനുഷ്യൻ തിരുമേനിയുടെ അടുത്തേക്ക് വന്നു. അദ്ദേഹം ചോദിച്ചു, കോലഞ്ചേരി ആശുപത്രിയിൽ ഉണ്ടായിരുന്നതായ ചെറുവള്ളിൽ അച്ഛനാണോ? അതെ, അതെ മോനെ എന്ന് പറഞ്ഞു. എന്താണ് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒരു സംശയം തോന്നി, എന്തുകൊണ്ടാണ് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നതെന്ന് ചോദിച്ചതിന് കാര്യം പറഞ്ഞു. ശേഷബാബ തിരുമനസ്സുകൊണ്ട് എന്താണ് ചെയ്യുക, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുറത്ത് എന്നെ കൊണ്ടുപോകാനായിട്ട് പള്ളിക്കാർ വന്ന് നിൽക്കുന്നുണ്ടാകാം. അവരോട് മോനെ വിവരം ഒന്ന് പറയാമോ? എന്തെങ്കിലും അവർക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യട്ടെ. ഒരു നിശ്ചയവുമില്ലാതെ ഈ മനുഷ്യൻ പുറത്തിറങ്ങിപ്പോയി മസ്കറ്റ് പള്ളിക്കാരെ അന്വേഷിച്ചു. അവിടെ നിന്ന് കാത്തു നിന്നവരോട് അവർക്കും വേവലാതിയാണ്. എന്തുകൊണ്ടാണ് പുറത്തേക്കൊന്നും വരാത്ത സമയമായി, സമയം ഒത്തിരി കഴിഞ്ഞു, എന്താണ് സംഭവിച്ചതെന്നതിനെ കുറിച്ചൊന്നും ഒരു നിശ്ചയവുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ മനുഷ്യൻ ചെന്ന് ഈ വിവരം പറഞ്ഞു, നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ബാബ തിരുമനസ്സിനെ എത്രയും വേഗം പുറത്തിറക്കി കൊണ്ടുവരാൻ സാധിക്കണം, ഇല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. അങ്ങനെ നോക്കി വേവലാതിപ്പെട്ട് നിൽക്കുമ്പോൾ ഈ പള്ളിക്കാർ അന്ന് ദൈവത്തിന് അനുഗ്രഹത്താൽ നമ്മുടെ പള്ളി ഇടവകയിൽപ്പെട്ട ഒരു സഹോദരി മിനിസ്ട്രിയുമായി ബന്ധമുള്ള ആളായിരുന്നുകൊണ്ട് ആ സ്ത്രീയോട് ഇവർ വേഗം വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്ത് തിരുമേനിയെ എയർപോർട്ടിനകത്ത് നിന്ന് രക്ഷിച്ച് പുറത്ത് കടത്തി കൊണ്ടുവരണം, എത്രയും വേഗം, സമയം ഏറെ വൈകിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എങ്ങനെയെങ്കിലും അത് നിങ്ങൾ നിർവഹിക്കണം. മിനിസ്റ്റേഴ്സുമായൊക്കെ ചിലരുമായിട്ട് അടുപ്പമുണ്ടായിരുന്നുകൊണ്ട് ഈ സ്ത്രീ ഫോറിൻ അഫയേഴ്സ് മിനിസ്റ്ററെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവമുണ്ട്, എന്ത് കാണിച്ചിട്ടാണെങ്കിലും ഞങ്ങളുടെ ആ തിരുമേനിയെ പുറത്ത് കടത്തിക്കൊണ്ടുവരണം, ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയതാണ് എന്ന് പറയുകയും ഒക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം തിരുമേനി ഉള്ളിൽ ഹൃദയവേദനയോടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ 2.25 മണിക്കൂറായിരിക്കുന്നു. 2 പോലീസുകാർ അടുത്തേക്ക് വരുന്നു. പോലീസുകാർ അടുത്തേക്ക് വന്നപ്പോൾ തിരുമേനി വിചാരിച്ചത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വരുന്നതാണ്. തിരുമേനിയുടെ ലഗേജുമൊക്കെ എടുത്തുകൊണ്ട് തിരുമേനിയോട് പുറകെ വരാൻ പറഞ്ഞവർ കൊണ്ടുപോകുമ്പോൾ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് കൊണ്ടുപോവുകയാണെന്നാണ് വിചാരിച്ചത്. അങ്ങനെ അവരുടെ പിറകിൽ പോകുമ്പോൾ ഒരു പരിശോധനയുമില്ലാതെ ഒന്നുമില്ലാതെ ഗ്രീൻ ചാനലിലൂടെ പുറത്തേക്കിറക്കി കൊണ്ടുപോകുന്ന ജയിലിലേക്കാണെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ നമ്മുടെ പള്ളിയുടെ ആളുകൾ നിൽക്കുന്നതായ വാഹനത്തിന് സമീപത്ത് ചെന്ന് ഈ പോലീസുകാർ വാഹനത്തിന്റെ വാതിൽ തുറന്നു കൊടുത്ത് ലഗേജും അവരെ ഏൽപ്പിച്ച് അവിടെ നിൽക്കുമ്പോൾ ഈ എയർപോർട്ടിനകത്ത് വന്ന് കടന്നുപോയ മനുഷ്യൻ അവിടെ നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേര് തിരുമേനിസ് കൊണ്ട് പറഞ്ഞത് ഞാൻ ഓർക്കുന്നത് ശരിയാണെങ്കിൽ ചന്ദ്രൻ എന്നോ മറ്റോ ആണ്. അക്രൈസ്തവനായ ഒരു സഹോദരനായിരുന്നു. അദ്ദേഹം തിരുമേനിയുടെ കാലിൽ തൊട്ട് വണങ്ങിക്കൊണ്ട് പറഞ്ഞു, എന്നെ എയർപോർട്ടിനകത്ത് കൊണ്ടുവന്നത് ദൈവമാണ്. തിരുമേനിയെ രക്ഷിക്കാൻ ദൈവം ആഗ്രഹിച്ചത് കൊണ്ടാണ് ഞാൻ വന്നത്. എനിക്ക് ഞാൻ ഇവിടുത്തെ ഒരു ജീവനക്കാരനാണ്. എനിക്ക് ഇന്ന് എയർപോർട്ടിൽ വരേണ്ട ആവശ്യമില്ല, അവധിയായിരുന്നു. പക്ഷെ വെറുതെ ഇവിടെ വന്നപ്പോൾ അകത്ത് കയറി വന്നതാണ്. എനിക്കൊരാവശ്യവും ഉണ്ടായിട്ടല്ല ഞാൻ വന്നത്, തിരുമേനിയെ രക്ഷിക്കാൻ വേണ്ടി ഈശ്വരൻ എന്നെ പറഞ്ഞയച്ചാണെന്ന് പറഞ്ഞു. തിരുമേനിയുടെ കാലിൽ തൊട്ട് അദ്ദേഹം വണങ്ങുവാനായിട്ട് തുടങ്ങിയപ്പോൾ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട്, മകനെ, നിന്റെ കാലിലാണ് ഞാൻ ചുംബിക്കേണ്ടത്. ദൈവമാണ് നിന്നെ വരുത്തിയത്, എന്നെ രക്ഷിക്കുവാൻ ദൈവം ഇടയാക്കിയല്ലോ. അത് ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞത് എങ്ങനെയാണ്, തിരുമേനി എന്താണ് എനിക്ക് തിരുമേനി മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്നറിയാമോ? എൻ്റെ ഭാര്യ പ്രസവത്തിനായിട്ട് കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. ഒരു കുപ്പി രക്തം ആവശ്യമായി വന്നു. രാത്രിയായി. രക്തം ഞാൻ പലരോടും അന്വേഷിച്ചു, കിട്ടിയില്ല. എന്നോട് അവിടെ ഉണ്ടായിരുന്ന 1-2 പേർ പറഞ്ഞു, അവിടെ കാണുന്ന ആ മെഴുകുതിരി കത്തിച്ച് വെച്ചിരിക്കുന്ന ഈ മുറിയിൽ ഈ ഹോസ്പിറ്റലിലെ ചാപ്ലൈനച്ചൻ താമസിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അടുത്ത് പോയി പറഞ്ഞാൽ ഒരുപക്ഷെ അദ്ദേഹം നിങ്ങൾക്ക് രക്തം എവിടെ നിന്നെങ്കിലും ക്രമീകരിച്ചു തരും. അദ്ദേഹം ഓടിച്ചെന്ന് ആ മുറിയുടെ വാതിൽ മുട്ടി വിളിച്ചിട്ട് പറഞ്ഞു, ഫാദർ, എനിക്ക് ഒരു കുപ്പി രക്തം വേണം, എൻ്റെ ഭാര്യയ്ക്ക് അത്യാവശ്യമായി, എവിടുന്നെങ്കിലും സംഘടിപ്പിച്ചു തരാമോ? അപ്പോൾ തോമസ് അച്ഛനായും തിരുമേനി ശ്രേഷ്ഠഭാവ തിരുമനസ്സുകൊണ്ട് അന്ന് ആ അച്ഛനായിരിക്കുമ്പോൾ അവരോട് ചോദിച്ചു, മോനെ, ഏത് രക്തമാണ്, ഗ്രൂപ്പ് ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ ഗ്രൂപ്പ് പറഞ്ഞു, എൻ്റെ രക്തം അതാണല്ലോ, ആ ഗ്രൂപ്പാണ്, എൻ്റെ രക്തം എടുത്തു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ആ സഹോദരന്റെ പിറകിൽ പോയി ഹോസ്പിറ്റലിൽ വെച്ച് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഒരു കുപ്പി രക്തം കൊടുക്കുകയാണ്.
അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു പോയപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ രക്തം കൊടുത്ത് എൻ്റെ ഭാര്യയുടെ ജീവൻ രക്ഷിക്കുവാനായിട്ട് എന്നെ സഹായിച്ച അച്ഛൻ്റെ മനസ്സിൻ്റെ ചിത്രം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് അങ്ങനെ തോന്നിയതും തിരുമേനിയുടെ അടുത്തേക്ക് ചെല്ലുവാനായിട്ട് ഇടയായതും. എൻ്റെ ഭാര്യയ്ക്ക് രക്തം തന്ന് എന്നെ സഹായിച്ച ആ വൈദികനെ എനിക്കൊന്ന് കാണണം, നന്ദി പറയണമെന്നൊക്കെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളതാണ്. പക്ഷെ അവസരങ്ങളൊന്നും അങ്ങനെ ലഭിച്ചില്ല. ദൈവം എനിക്ക് ആ നന്ദി പകരം തരുവാനായിട്ട് എന്നെ കൊണ്ടുവന്നതാണ് എന്ന് പറയുമ്പോൾ അത്ഭുതങ്ങളുടെ ദൈവം വഴി നടത്തുന്ന ഒരു ശ്രേഷ്ഠനായ പുരോഹിതനാണ് അവിടെ ശ്രേഷ്ഠ ബാബാ തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം എന്ന് നമുക്ക് ബോധ്യമാകുവാൻ തക്കവണ്ണം ആ അനുഗ്രഹകരമായ അനുഭവം നടന്നിട്ട് ശ്രേഷ്ഠ ബാബാ തിരുമനസ്സുകൊണ്ട് വിസയില്ലാതെ മസ്കറ്റിൽ 15 ദിവസം താമസിച്ചിട്ട് അവിടെ നിന്ന് കുവൈറ്റിലേക്ക് പോയ വിവരം ബാബ പ്രസംഗിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ മസ്കറ്റ് പള്ളിയിൽ ശുശ്രൂഷിക്കാനുമായി ദൈവാവസരം നിന്നപ്പോൾ ആ പള്ളിയിലെ മുൻപുണ്ടായിരുന്നതായ ഇടവാംഗങ്ങൾ പറഞ്ഞ ആ ചരിത്രത്തിന്റെ അനുഭവവും കൂടി പങ്കുവെച്ചപ്പോൾ ദൈവം എത്രമാത്രം കണ്ണുനീരിനെ മാനിക്കുന്നവനാണെന്നും ശ്രേഷ്ഠ ബാബയെ എത്രമാത്രം ദൈവം കരുതി അനുഗ്രഹിച്ച് വഴി നടത്തിയിട്ടുണ്ട് എന്നും ഓർക്കുമ്പോഴാണ് ഇതുപോലുള്ള വിശുദ്ധരായ പുണ്യവാന്മാരായ പിതാക്കന്മാരുടെ കീഴിൽ അവരോട് ചേർന്ന് നിന്ന ഈ കാലഘട്ടത്തിൽ ജീവിക്കുവാൻ ദൈവം നൽകിയ അവസരത്തിനായി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നിർത്തുമ്പോൾ ശ്രേഷ്ഠ ബാബ തിരുമേനി ദൈവദിവസം ഞങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട സഹവിശ്വാസികളെ, വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസമാണ്. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. നിന്റെ പ്രാകാരങ്ങൾ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമാണ്. 1-ാം സങ്കീർത്തനം ഇങ്ങനെ പറയുന്നു: ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 33.5 വയസ്സ് വരെയുള്ള തിരുവയസ്സ് വരെയുള്ള ആ ഐഹിക ജീവിതകാലത്തിൽ ഈശോമിശിഹ ലാസറിന്റെ ഭവനത്തിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞു: മാർത്തയെ മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെടുകയാണ്, എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്നു മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. എന്താണ് സ്വർഗത്തിലെ ദൈവത്തിന്റെ നോട്ടത്തിൽ ഏറ്റവും നല്ല അംശം? കർത്താവിന്റെ പാദപീഠത്തിൽ ഇരുന്ന് കർത്താവിന്റെ വായിൽ നിന്ന് വരുന്ന ലാവണ്യ വാക്കുകൾ കേൾക്കുന്നതാണ് ഏറ്റവും നല്ല അംശം. എന്നാൽ ക്രൂശിന്റെ വചനം, ഈ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്. അനേകർക്ക് ഇത് ഭോഷത്വമായി തോന്നും. എന്നാൽ രക്ഷിക്കപ്പെടുന്ന നമുക്കോ ഇത് ദൈവശക്തിയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇസ്രായേലിന്റെ 2ാമത്തെ രാജാവായ ദാവീദ് യഹോവയായ ദൈവത്തോട് ചോദിക്കുകയാണ് ഒരാഗ്രഹം. എന്താണ്? ഒരു രാജാവിന് എല്ലാ ആഗ്രഹവും സാധിപ്പിക്കാം. എന്നാൽ ദാവീദ് രാജാവ് ദൈവത്തോട് ചോദിക്കുന്നത്: യഹോവയെ, ഒരു കാര്യം ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണ് ദാവീദിന്റെ ഉള്ളിലെ ആഗ്രഹം? യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും. എത്ര കാലമാണ്, എത്ര വർഷമാണ്, എത്ര മണിക്കൂറാണ്? ദാവീദ് പറയുകയാണ്: എൻ്റെ ആയുഷ്കാലം മുഴുവൻ കർത്താവിന്റെ ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്ന രാജാവ്. പ്രിയമുള്ളവരെ, ഏറ്റവും നല്ല അംശം ഈ വചനം നിങ്ങളുടെ മക്കളെ ഉപദേശിച്ചു കൊടുക്കുക. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 6-ാം വാക്യം: ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനം നിന്റെ ഹൃദയത്തിലിരിക്കണം. വചനം യേശു ക്രിസ്തു നിന്റെ ഹൃദയത്തിലിരിക്കണം. മക്കൾക്ക് സമ്പത്തല്ല കൊടുക്കേണ്ടത്, മക്കൾക്ക് വിദ്യാഭ്യാസമല്ല കൊടുക്കേണ്ടത്, മക്കളെ കാനഡ സ്വപ്നം കാണാൻ അല്ല പഠിപ്പിക്കേണ്ടത്. എന്താണ് ദൈവത്തിന്റെ വചനം പറയുന്നത്? നിന്നോട് കൽപ്പിക്കുന്ന വചനം നിന്റെ ഹൃദയത്തിൽ വന്നാൽ നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുക. നീ നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ദൈവത്തിന്റെ വചനം മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. മക്കൾക്ക് മാത്രമല്ല, അയൽവക്കത്ത്, ദേശത്ത്, കുടുംബ യൂണിറ്റിൽ, നമ്മുടെ പള്ളിയിൽ ഒക്കെ വചനം പറഞ്ഞു കൊടുക്കണം. എന്നാൽ നീ നട്ടുണ്ടാക്കാത്ത തോട്ടങ്ങളും നീ കുഴിക്കാത്ത കിണറുകളും നീ പണിയാത്ത വീടുകളും, പ്രിയമുള്ളവരെ, നീ പണിയാതെ നിനക്ക് നിന്റെ വീട്ടിൽ
വലിയ സമ്പത്ത് കൊണ്ട് നിറഞ്ഞിരിക്കുന്ന വീടും ദൈവം നിനക്ക് തരാമെന്ന് അവിടെ നമ്മൾ കർത്താവിന്റെ വചനത്തിൽ വായിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം, കർത്താവിന് മഹത്വം. യാക്കോബായ സുറിയാനി സഭയുടെ കീഴിൽ ശ്രേഷ്ഠ കത്തോലിക്ക ബാവ അബൂന്മാർ ബെസേലിയോസ് തോമസ് ഒന്നാമൻ രക്ഷാധികാരിയായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഈ സെന്റ് ജോൺസ് മിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ്. അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ധ്യാന കേന്ദ്രം, അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന 2 ഓർഫനേജുകളുണ്ട്. വിവിധങ്ങളായ പ്രോഗ്രാമുകൾ അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ, സെന്റ് ജോൺസ് മിഷൻ ധ്യാന കേന്ദ്രത്തിൻ്റെ ഈ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ സ്ഥാപകൻ യാക്കോബായ സുറിയാനി സഭയുടെ യാക്കോബ് പ്രധാന എന്നറിയപ്പെടുന്ന ശ്രേഷ്ഠ കത്തോലിക്ക ബാവ അബൂന്മാർ ബെസേലിയോസ് തോമസ് ഒന്നാമനാണ്. കോതമംഗലം വലിയ പള്ളിയുടെ തെക്കുവശത്തുള്ള സിബിത്തേരിയുടെ ആ നടക്കല്ലിൽ ഇരുന്ന് അനേക വർഷം ബാവ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ച് ഈ സഭയ്ക്ക് തന്ന അനുഗ്രഹീത പ്രസ്ഥാനമാണ് സെന്റ് ജോൺസ് മിഷൻ ധ്യാന കേന്ദ്രം. അനേക പ്രാവശ്യം ബാവ ആ കാര്യങ്ങളൊക്കെ പല സ്ഥലങ്ങളിലൊക്കെ വിളിച്ചു പറഞ്ഞതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ ഇതിനു വേണ്ടി എല്ലാ കൈത്താങ്ങലുകളും സാമ്പത്തികമായും അതുപോലെ തന്നെ പ്രാർത്ഥനയിലൂടെ വിശുദ്ധ കുർബാനയിൽ ഓർത്ത് ഈ പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കാൻ ബാബ ഏറെ പ്രയത്നിച്ചിട്ടുണ്ട്. ബാബയുടെ ഈ ദേഹവിയോഗം പ്രിയമുള്ളവരെ, ബാബ കാലം ചെയ്തപ്പോൾ സെന്റ് ജോൺസ് മിഷൻ അത് വലിയ നഷ്ടമായി പോയി. കാരണം ഈ പ്രസ്ഥാനത്തിന് വലിയ കൈത്താങ്ങലായിരുന്നു ശ്രേഷ്ഠ ബാവ എന്ന് ഈ സമയത്ത് ഓർക്കുക. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നടത്തിയവരെ നിങ്ങൾ ഓർക്കണം. അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുഗ്രഹിക്കണം. ഞങ്ങൾക്ക് വലിയൊരു വഴികാട്ടിയായിരുന്നു പ്രിയമുള്ളവരെ. വലിയ പ്രതിസന്ധി ശ്രേഷ്ഠ കാതോലിക്ക ബാവ എൻ്റെ തലയിൽ കൈവച്ചിട്ട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മോനെ, പ്രതിസന്ധി വരുമ്പോൾ പതറാതെ യേശുക്രിസ്തുവിനെ നോക്കി മുന്നോട്ട് പോകണം എന്ന് എന്നെ പല പ്രാവശ്യം ബാബ ഉപദേശിച്ചിട്ടുണ്ട്. ഈ സെന്റ് ജോൺസ് മിഷന്റെ വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നുപോയ സമയത്ത് ബാവയുടെ കണ്ണുനീരും ബാവയുടെ പ്രാർത്ഥനയും ഇടയ്ക്കൊക്കെ ഓടി ഓടി സെന്റ് ജോൺസ് മിഷനിൽ വന്ന് ഞങ്ങൾക്ക് വേണ്ടുന്നതായ നിർദ്ദേശങ്ങൾ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച ബാവ ഞങ്ങൾ ഇന്ന് സഭയിൽ നിന്ന് വിട്ട് ഇപ്പോൾ സങ്കടമാണെങ്കിലും ഞങ്ങൾക്കൊരു ഉറപ്പുണ്ട്, ഇപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നിധിയിൽ. എന്നാൽ യേശുവിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന യേശുവിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. തന്റെ ഭക്തന്റെ മരണം യഹോവയ്ക്ക് വിലയേറിയതാ. എഴുതുക, കർത്താവിൽ മരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അപ്പോൾ ഭാഗ്യവാന്മാരുടെ പട്ടികയിൽ പെട്ടിരിക്കുകയാണ്. ഒരു നാൾ നമ്മളൊക്കെ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ട് നിത്യതയുടെ തുറമുഖത്തെത്തുമ്പോൾ ഒരുമിച്ച് സന്തോഷിക്കുന്ന ഒരു നല്ല ദിവസമുണ്ട്. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ കൊട്ടാരങ്ങൾ ഒരുക്കാൻ പോകുന്നു. ഞാൻ പോയി കൊട്ടാരങ്ങൾ ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നതിന്റെ അടുത്ത് നിങ്ങൾ ഇരുത്തേണ്ടതിന് പിന്നെയും വരും. നമ്മുടെ യേശു രണ്ടാമത് വരും. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച ബാവ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം ക്രിസ്തുവിനോടുകൂടെ എപ്പോഴും വസിക്കും. എൻ്റെ ദേശം ഈ വീടേയല്ല, ഈ വീടേ ഞാൻ പരദേശവാസിയാണല്ലോ. പ്രിയമുള്ളവരെ, ബാവ എവിടെ കുർബാന ചൊല്ലിയാലും എവിടെ പ്രസംഗിച്ചാലും കേൾക്കുന്നവർ 2 തുള്ളി കണ്ണുനീരൊഴുക്കാതെ പോകുന്ന പതിവില്ല. ബാവയുടെ കണ്ണുനീരാണ് ഈ സഭയ്ക്ക് വളമായിരിക്കുന്നത്. കണ്ണുനീരോടെ മുട്ടുമേൽ നിന്ന് ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റ് അച്ഛൻ എന്നോട് പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുകയാണ്. മുട്ടുമേൽ നിന്ന് എത്ര സമയമാണ്, എത്ര മണിക്കൂറുകളാണ് മുട്ടുമേൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. സഭയുടെ ഈ വളർച്ചയുടെ കാരണം ഒന്നുമില്ലായ്മ ഇത്രത്തോളം വളർത്തിയെടുക്കുവാൻ ബാവ ഏറെ ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്, ഏറെ കണ്ണുനീരൊഴുക്കിയിട്ടുണ്ട്. തൊട്ടടുത്തുള്ള മേരി ചേച്ചി എന്നോട് പറഞ്ഞു, ആ സാക്ഷ്യം ഞാൻ ഓർത്തു പോവുകയാണ്. ആലക്കരയിൽ മേരി ചേച്ചി പറഞ്ഞ സാക്ഷ്യം. അനേക വർഷങ്ങൾ മക്കളില്ലായിരുന്നു, മക്കളുണ്ടാവാനൊരു സാധ്യതയില്ലായിരുന്നു. ബാവയുടെ മുമ്പിൽ വന്ന് മേരി ചേച്ചി മുട്ടുകുത്തി സ്ലീബ തലയിൽ വെച്ച് മേരി ചേച്ചി പറഞ്ഞ ഓർക്കുകയാണ്. ബാവയുടെ ഈ ഒരു നനവ് ഈ നെറ്റിയിൽ, മേരി ചേച്ചിയുടെ നെറ്റിയിൽ ഒരു നനവ് വന്നു.
നോക്കുമ്പോൾ ബാവയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒഴുകുന്നതായിട്ട് മേരി ചേച്ചിക്ക് മനസ്സിലായി. ആ കണ്ണുനീര് മേരി ചേച്ചിയുടെ തലയിൽ വീണു. പ്രിയമുള്ളവർ, പിറ്റേ വർഷം ഒരു കുഞ്ഞിനെ കൊടുത്ത് ദൈവം അനുഗ്രഹിച്ചു. അതൊക്കെ പ്രദേശങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ബാവ പ്രസംഗിച്ചും ബാവ സാക്ഷ്യം പറഞ്ഞും ബാവയുടെ പ്രാർത്ഥന മുഖാന്തരവും അനേകം പേര് രൂപാന്തരപ്പെടുവാനിടയായി. 35 വർഷങ്ങൾക്ക് മുമ്പ് ബാവ ആരംഭിച്ചതായ ആ പുത്തൻകുരിശ് കൺവെൻഷൻ വലിയ അനുഗ്രഹമായി. ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ വചനം കേട്ട് യേശുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിക്കുവാൻ ദൈവം സാധിപ്പിച്ചു. ഈ പ്രസ്ഥാനം പ്രിയമുള്ളവരെ, ബാവയുടെ കണ്ണുനീരും പ്രാർത്ഥനയും മുഖാന്തരം മേൽക്കുമേൽ അഭിവൃദ്ധി പ്രാപിക്കുവാനും അനേക പുതുവിശ്വാസികൾ യേശുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിക്കുവാനും ഇടയായി. ബാവയുടെ ദേഹവിയോഗത്തില് സെന്റ് ജോൺസ് മിഷനുള്ള അനുശോചനവും ദുഃഖവും സഭയെ അറിയിക്കുകയാണ്. ഈ സഭയുടെ വളർച്ചയുടെ പ്രധാന കാരണം ശ്രേഷ്ഠ കത്തോലിക്ക ബാവയാണ്. ദൈവത്തിന് സ്തോത്രം, കർത്താവിന് മഹത്വം. എന്നാൽ നമുക്കൊന്ന് സന്തോഷമുണ്ട്. എന്താണ് സന്തോഷം? ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ, ജീവിച്ചിരുന്ന് യേശുവിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാൾ മരിക്കില്ല. ഇപ്പോൾ നമുക്ക് വേണ്ടി സ്വർഗത്തിരുന്ന് ബാവ നമുക്ക് വേണ്ടി മധ്യസ്ഥത യാചിക്കുകയാണ്. അതുകൊണ്ടൊരു സന്തോഷവുമുണ്ട്, ഒരു ദുഃഖവുമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ സെന്റ് ജോൺസ് മിഷന്റെ ജീവന്റെ വചനമെന്ന ഓൺലൈൻ പ്രോഗ്രാം ഇന്ന് നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിരിക്കുന്ന ആ കുടുംബത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇതിന്റെ ചെലവ് വഹിച്ചിരിക്കുന്ന പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്തൊരു കുടുംബമാണ് ഇന്ന് ഈ ഓൺലൈൻ പ്രോഗ്രാമിന്റെ പ്രിയമുള്ളവരെ ചെലവ് വഹിക്കുന്നത്. അവർക്ക് വേണ്ടി പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ സെന്റ് ജോൺസ് ധ്യാന കേന്ദ്രത്തിന് കീഴിൽ 77 കുഞ്ഞുങ്ങൾ വളരുന്നുണ്ട്. 103 ഭവനങ്ങൾ പണിതു കൊടുക്കുവാൻ ദൈവം സാധിപ്പിച്ചു. 778 പെൺകുട്ടികളുടെ വിവാഹം നടത്തി. ഇനി 2 കുട്ടികളുണ്ട്, അപ്പനും അമ്മയില്ലാത്ത 2 കുട്ടികൾ. അങ്ങനെ 780ാമത് കല്യാണം. പിന്നെ വിവാഹ സഹായം ഈ മാസം നവംബർ മാസം നടക്കു കൊടുക്കുവാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു വരികയാണ്. ക്യാൻസർ രോഗികൾക്കും അനേക ഡയാലിസിസ് രോഗികൾക്കും ഇവിടുന്ന് സഹായം ചെയ്യുന്നു. 47ഓളം കുഞ്ഞുങ്ങളെ വീടുകൾ നിർത്തി സെന്റ് ജോൺസ് മിഷൻ പഠിപ്പിക്കുന്നു. അങ്ങനെ ജീവകാരുണ്യ പ്രവൃത്തിയിലൂടെ സുവിശേഷം അറിയിക്കുന്ന ഒരു സംഘടനയാണ് സെന്റ് ജോൺസ് മിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ്. ഈ പ്രസ്ഥാനത്തിലെ എല്ലാ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഏകദിന ഉപവാസ ധ്യാനമുണ്ട്. എല്ലാ ബുധനാഴ്ചയും ഏകദിന ഉപവാസ പ്രാർത്ഥനയുണ്ട്. എല്ലാ ദിവസവും മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. എല്ലാ 2ാം തിങ്കളാഴ്ചയും മുഴുരാത്രി പ്രാർത്ഥനയുണ്ട്. എല്ലാ 3ാമത്തെ ഞായറാഴ്ച ആരംഭിച്ച് വ്യാഴാഴ്ച അവസാനിക്കുന്നതായ 5 ദിവസത്തെ ആന്തരിക വിശുദ്ധീകരണ ധ്യാനം. ആ ധ്യാനത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകം ക്ഷണിക്കുകയാണ്. ദൈവനാമം മഹത്വപ്പെടട്ടെ. നമ്മൾ വ്യത്യസ്തരാണ്. 800 കോടി ജനങ്ങൾ ഈ ലോകത്തുണ്ട്. 800 കോടി ജനങ്ങളുണ്ട്. അതിൽ ക്രിസ്ത്യാനികളായ നമ്മൾ എങ്ങനെയാണ് വ്യത്യസ്തരായത്? ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് അതുകൊണ്ട് ഞാൻ വായ തുറക്കുമ്പോൾ എൻ്റെ വായിൽ വചനം ലഭിക്കുവാൻ, ഞാൻ സംസാരിക്കേണ്ട വണ്ണം സംസാരിക്കുവാൻ ദൈവമക്കൾ പ്രാർത്ഥിച്ചാൽ ഇന്ന് രാത്രി യേശു വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. പ്രിയമുള്ളവരെ, ദൈവത്തിന് സ്തോത്രം. ഈ വചനം കേൾക്കാൻ ഒരുങ്ങുന്നവര് നിങ്ങളുടെ മക്കളെ ഇത് വചനം കേൾപ്പിക്കുക. നിങ്ങൾ സമ്പത്തും വിദ്യാഭ്യാസവും ഒന്നല്ല കൊടുക്കേണ്ടത്, വചനം മക്കളെ കേൾപ്പിക്കുക. ജീവിത പങ്കാളി, ആങ്ങളെ, പെങ്ങളെ അറിയാവുന്നിടത്തൊക്കെ ഈ വചനം നിങ്ങൾ എത്തിക്കുക. ദൈവത്തിന് സ്തോത്രം. വചനമാണ് മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നത്. നരഭോജികളെ നരസ്നേഹികളാക്കി മാറ്റിയത് ദൈവത്തിന്റെ വചനമാണ്. സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, നിരാശയിൽ ആരെങ്കിലും ഉണ്ടോ? പ്രത്യാശ നൽകുന്നത് ദൈവത്തിന്റെ ജീവനുള്ള വചനമാണ്. വചനം സമം യേശു ക്രിസ്തു. എങ്ങനെയാണ് നമ്മൾ വ്യത്യസ്തരായത്? ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, സ്വർഗത്തിലെ ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സ്വരൂപത്തിലും ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവം സൃഷ്ടിച്ചാദത്തെ സൃഷ്ടാവോടു തുല്യം സൃഷ്ടി. എന്നാൽ ദൈവത്തിന്റെ ഛായയിൽ സൃഷ്ടിച്ച മനുഷ്യൻ, യെശയ്യാ 59:2, നിങ്ങളുടെ അകൃത്യങ്ങളാണ് നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ അകറ്റിയത്. നിങ്ങളുടെ പാപമാണ് ദൈവത്തിന്റെ മുഖം നമ്മളിൽ നിന്ന് മറച്ചത്. നിങ്ങൾ കൈമലർത്തുമ്പോൾ ദൈവം മുഖം മറച്ചു കളയും. എന്താണ് കാരണം? പാപമാണ്. യെശയ്യാ 53:6, നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയി, നമുക്ക് ബോധിച്ചതുപോലെ ജീവിച്ചു.
എന്നാൽ ഈ പാപിയായ മനുഷ്യനെ ദൈവം സ്നേഹിക്കുന്നു. പരിശുദ്ധനായ ദൈവം പാപിയായ മനുഷ്യൻ പാപിയെ ദൈവം സ്നേഹിക്കുന്നു. എന്നാൽ അവന്റെ പാപത്തെ ദൈവം വെറുക്കുകയാണ്. പാപിയെ പരിശുദ്ധനാക്കുവാൻ പരിശുദ്ധനായ ദൈവം ആകാശത്തെ ചാൺകൊണ്ടളക്കാൻ കെൽപ്പുള്ള ദൈവം, പർവ്വതങ്ങളെ വെള്ളിക്കോലി തൂക്കാൻ കെൽപ്പുള്ള ദൈവം, കുന്നുകളെ തുലാസിൽ തൂക്കാൻ കെൽപ്പുള്ള ദൈവം, കടലിലെ വെള്ളത്തെ ഉള്ളം കൈ കൊണ്ട് കോരിയെടുത്ത പിന്നെ കടലിൽ വെള്ളമില്ല. സ്വർഗം ദൈവത്തിന്റെ സിംഹാസനമാണ്, ഭൂമി ദൈവത്തിന്റെ പാദപീഠമാണ്. ഓ, ആ ദൈവത്തിന്റെ ഉള്ളം കൈയിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഫോട്ടോയും പേരുമുണ്ട്. ഈ ദൈവം പാപിയെ പരിശുദ്ധനാക്കുവാൻ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. അത്ഭുത മന്ത്രിയായി, വീരനാം ദൈവമായി, നിത്യപിതാവായി, സമാധാന പ്രഭുവായി, ഇമ്മാനുവേലായി, കർത്താവായി, ക്രിസ്തുവായി, രക്ഷിതാവായി, അത്യുന്നതന്റെ പുത്രനായി. വിശുദ്ധ കന്യകമറിയ അമ്മയോട് സ്വർഗത്തിലെ മാലാഖ പറഞ്ഞു, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കുവാനിരിക്കുകൊണ്ട് നീ അവനെ യേശു എന്ന് പേർ വിളിക്കണം. അപ്പൊ യേശു വന്നത് നമ്മുടെ പാപം നീക്കാനാണ്. യേശു വന്നത് നമ്മുടെ ശാപം നീക്കാനാണ്. യേശു വന്നത് നമ്മളെ മക്കളാക്കാനാണ്. യേശു വന്നത് യേശു ഇരിക്കുന്നിടത്ത് നമ്മളെ ഇരുത്താനാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ആ കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിലെ ക്രൂശിൽ ലോകത്തിലെ മുഴുവൻ ജനത്തിനു വേണ്ടി പിടഞ്ഞു മരിക്കുകയാണ്. യേശുവിന്റെ തലയിൽ 1.5 ഇഞ്ച് നീളമുള്ള മുള്ള കിരീടമായി മെടഞ്ഞു. യേശുവിന്റെ തലയിൽ അടിച്ചടിച്ചിറക്കി. പ്രിയമുള്ളവരെ, യേശുവിന്റെ പുറം അടിച്ച് തകർത്തു. കൈകളിലും കാലുകളിലും ആണിയടിച്ച് തകർക്കുകയാണ്. എന്തിനു വേണ്ടി? പാപിയെ പരിശുദ്ധനാക്കുവാൻ. ലോകത്തിലെ മുഴുവൻ ജനത്തിന്റെയും പാപം പിതാവാം ദൈവം യേശുവിന്റെ മേൽ ചുമത്തി യേശുവിനെ തകർത്ത് കളയുവാൻ നമ്മൾ തകരേണ്ടതിന് പകരം നമുക്ക് സ്വർഗം തരാൻ വേണ്ടി, നമ്മളെ തീയിൽ നിന്ന് വലിച്ചെടുക്കാൻ വേണ്ടി, നമ്മളെ നിത്യാഗ്നിയിൽ നിന്ന് നിത്യജീവനിലേക്ക് വലിച്ചെടുക്കാൻ വേണ്ടി യേശു മരിച്ചു. യേശുവിന്റെ മരണത്താൽ നമ്മുടെ മരണം നീങ്ങി. നമ്മൾ നിത്യജീവൻ അവകാശിയായി മാറി. യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ മക്കളാകാൻ ദൈവം അധികാരം കൊടുത്തു. ആ യേശു, പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ സ്വീകരിച്ചത് അവിടെ വെച്ചതാണ്. മാമോദീസ തൊട്ടിൽ വെച്ച് ഇടത് കൈയിൽ പിടിച്ച് പടിഞ്ഞാട്ട് തിരിഞ്ഞിട്ട്, കൊച്ചിന്റെ പ്രായമില്ലാത്തതുകൊണ്ട് കൊച്ചിന്റെ തലതൊട്ടമ്മ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ദുഷ്ടരെയും അവന്റെ സൈന്യത്തെയും സകല വഞ്ചനയെയും സകല ദുഷ്ടതയെയും ഞാൻ ഉപേക്ഷിക്കുന്നു. കൊച്ചിന് പ്രായമില്ലാത്തതുകൊണ്ട് കൊച്ചിന്റെ വലത്തെ കയ്യെ പിടിച്ച തീയാണ് മദ്ബഹ. തീ അതിനെ ചുറ്റുന്നു. മാലാഖമാർ കയറി ഇറങ്ങുന്ന ആ മദ്ബഹ, യേശുവിന്റെ തിരുശരീരക്തങ്ങൾ കീറി മുറിക്കപ്പെടുന്ന വിശുദ്ധ ആ മദ്ബഹയിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് വലത്തെ കയ്യെ പിടിച്ചിട്ട് മദ്ബഹയിലേക്ക് തിരിഞ്ഞ് തലതൊട്ടപ്പം വിളിച്ചു പറയുകയാണ്. തലതൊടാൻ പറയുമ്പോൾ ഓടിച്ചെന്ന് തല തുടരുത്. പ്രിയമുള്ളവരെ, ആ കൊച്ചിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്. ഓ, കുമ്പസാരിച്ച് ഒരു വിശുദ്ധനായി കുർബാന അനുഭവിച്ച് വിശുദ്ധിയോടെ വേണം കൊച്ചിന്റെ കയ്യെ പിടിച്ച് മദ്ബഹയിലേക്ക് തിരിഞ്ഞ് മിശിഹായെ സ്വീകരിക്കുവാൻ. ആ മിശിഹായെ സ്വീകരിക്കുമ്പോൾ കൊച്ചിന് പ്രായമില്ല. പലരും പറയും, കൊച്ചിന് പ്രായമാകുമ്പോൾ ഒന്നോടെ മാമോദിസം മുങ്ങണ്ടേ? വേണ്ട പ്രിയമുള്ളവരെ, സുറിയാനി സഭയുടെ പിതാക്കന്മാർക്ക് തെറ്റുപറ്റിയിട്ടില്ല. ഈ സഭ ശ്രേഷ്ഠമാ, ഈ സഭ കാതോലികമാ, ഈ സഭ ശ്ലൈകികമാ, ഈ സഭ സാർവത്രികമാ, ഈ സഭ വിശുദ്ധമാ. ഈ സഭാ പിതാക്കന്മാർ രക്തം കൊടുത്ത് വളർത്തിയെടുത്ത സഭയാ. ഇവിടെ എന്താ ഇല്ലാത്ത? ഇവിടെ എന്തിനൊരു കുറവുള്ള? അതുകൊണ്ട് നിൽക്കുന്ന സഭയിൽ ഉറച്ചു നിന്നുകൊണ്ട് പിതാക്കന്മാർ കാട്ടിത്തന്നൊരു പാതയുണ്ട്. ഏതാണ് ഈ പാത? യാത്ര ചെയ്യും. ഓ, ഞാൻ ക്രൂശേ നോക്കി യുദ്ധം ചെയ്യും, ഞാൻ യേശുവിനായി. പ്രിയമുള്ളവരെ, ഈ സഭയിൽ ഉറച്ചു നിന്നോളണം. അപ്പൊ പിന്നെ എന്തുകൊണ്ടാണ് കൊച്ചിന് മാമോദിസം വെക്കുമ്പോൾ കൊച്ചറിഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ പിതാക്കന്മാർക്ക് തെറ്റുപറ്റിയോ? ഇല്ല പ്രിയമുള്ളവരെ, 4 പേർ ചുമന്നുകൊണ്ട് ഒരു മനുഷ്യനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരികയാണ്. നിങ്ങൾ കേക്ക്, ആ കൊണ്ടുവന്നപ്പോൾ യേശു കൊണ്ടുവന്നവരുടെ വിശ്വാസം, ഈ കൊച്ചിന് പ്രായമില്ല, പക്ഷെ കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടിട്ട് ആ രോഗിക്ക് ആദ്യം കൊടുത്തത് പാപമോചനമാണ്, പിന്നെ രോഗസൗഖ്യമാണ്. പ്രിയമുള്ളവരെ, യജമാനൻ പറഞ്ഞു, എൻ്റെ ഭൃത്തിന് സൗഖ്യമില്ല,
ആ ഭൃത്തിന് ഇത് അറിയുന്നില്ല. എന്നാൽ യജമാനന്റെ വിശ്വാസം കണ്ടിട്ട്, നീ എന്റെ പുരക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ ഭൃത്തിന് സൗഖ്യം വരും. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. അവന്റെ വിശ്വാസം കണ്ടിട്ട് ഇസ്രായേലിൽ പോലും ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. വിശ്വാസത്തിന്റെ ആഴം വർദ്ധിച്ചപ്പോൾ ആ സമയത്ത് തന്നെ ആ ഭൃത്തിന് യേശു സൗഖ്യം കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. നയീൻ പട്ടണ വിധവയുടെ മകന്റെ ആ വിധവയുടെ കണ്ണുനീർ കണ്ടിട്ടാണ് ആ മകനെ കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിച്ചത്. ദൈവത്തിന് സ്തോത്രം, കർത്താവിന് മഹത്വം. പ്രിയമുള്ളവരെ, ലാസറിന്റെ കല്ലറയ്ക്ക് ചെന്നപ്പോൾ പെങ്ങള് പറഞ്ഞു 4 ദിവസമായി നാറ്റം വെച്ചു തുടങ്ങി. എന്നാൽ ആ കല്ലറയ്ക്ക് ചെന്ന ഒറ്റ വിളി, ലാസറേ പുറത്തു വാ. എന്താണ് കാരണം? ലാസർ അല്ല പ്രാർത്ഥിച്ചത്. ലാസറിന്റെ പെങ്ങളായ മറിയ കർത്താവിന്റെ പാദപീഠത്തിൽ കമിഴ്ന്നു കിടന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചപ്പോൾ അവളുടെ കണ്ണുനീരും പ്രാർത്ഥനയും ദൈവം കണ്ട് ആ ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച യേശു ജീവിക്കുന്നു. അതുകൊണ്ട് കുഞ്ഞായിരിക്കുമ്പോൾ മാമോദീസ കൊടുത്തിട്ട് അവനെ വെറുതെ വിടുകയില്ല. പ്രിയമുള്ളവരെ, ആ കുഞ്ഞിനെ യേശുവപ്പ യേശുവപ്പ എന്ന് വിളിക്കാൻ പഠിപ്പിക്കുകയാണ്. കരമുയർത്തി ഹല്ലേലൂയ പറയാൻ ആ കുഞ്ഞിനെ ആ കുടുംബം പഠിപ്പിക്കുകയാണ്. ആ അമ്മയുടെ മടിയിൽ നിന്ന് ആ കുഞ്ഞ് പ്രാർത്ഥിച്ച് കേൾക്കുകയാണ്, പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു എന്ന് ആ കുഞ്ഞിനെ വളർത്തിയെടുക്കുകയാണ്. പിന്നീട് ഒരു മാമോദിസ. ആ കുഞ്ഞിന് ആവശ്യമില്ല. പ്രിയമുള്ളവരെ, പിതാക്കന്മാർക്ക് ഒരു തെറ്റും പറ്റിയിട്ടില്ല. ഒന്ന്, നമ്മൾ 800 കോടി ജനങ്ങളിൽ നിന്ന് വ്യത്യസ്തരായത്. ഒന്ന്, നമ്മൾ മിശിഹായെ സ്വീകരിച്ചു. 2, പ്രിയമുള്ളവരെ, നമ്മൾ എങ്ങനെ വ്യത്യസ്തരായത്? ദൈവത്തിന് സ്തോത്രം, കർത്താവിന് മഹത്വം. നമ്മുടെ നാവിൽ അച്ഛൻ തരുന്ന ഒന്നുണ്ട്. എന്താണ്? വിശുദ്ധ കുർബാന. എന്താണ് വിശുദ്ധ കുർബാന? യേശു പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാണ്, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ആർക്കാണ് കുർബാന? ഉന്നത പദവിയിലേറി. ഹല്ലേലൂയ. പിതാക്കന്മാർ ഇങ്ങനെ പാടി, ഉന്നത പദവിയിലേറിയതാ ഇന്നിപ്പോൾ ഈ ആചാര്യൻ അനുഭവിച്ചിടുന്നോർക്കായി അനുഷ്ഠിക്കുന്നീ കുർബാന. ആർക്കാണ് കുർബാന? അനുഭവിക്കുന്നവർക്ക് വേണ്ടിയാണ് കുർബാന അനുഭവിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം, ഇന്ന് രാവിലെ എല്ലാവരും കുർബാന അനുഭവിച്ചോ? ഇല്ല. അച്ഛൻ പറഞ്ഞു, ഇത് വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും മാത്രമാണ്. അതെ, ഇത് വിശുദ്ധന്മാർക്കുള്ളതാണ്. തോന്നിയതുപോലെ കുർബാന അനുഭവിക്കരുത്. കുർബാന അനുഭവിക്കുന്ന ഉള്ളിൽ ആരോടും വഴക്ക് പാടില്ല, പിണക്കം പാടില്ല, വിദ്വേഷം പാടില്ല, വൈരാഗ്യം പാടില്ല, അസൂയ പാടില്ല. അസൂയ ഒരു മരണമാണ്. പ്രിയമുള്ളവരെ, ഒന്ന് ഹൃദയവിശുദ്ധിയോടെ ചെന്ന് കുർബാന അനുഭവിക്കുമ്പോൾ ഇത് കടങ്ങളുടെ പരിഹാരത്തിനും, ഇത് പാപങ്ങളുടെ മോചനത്തിനും, ഇത് നിത്യജീവനുള്ളതാ, ഇത് മുഖപ്രസന്നതയ്ക്കുള്ളതാ. കുർബാന അനുഭവിക്കുമ്പോൾ നമ്മൾ യേശു നമ്മളിൽ വസിക്കുകയാണ്. കുർബാന അനുഭവിക്കുമ്പോൾ യേശു നമ്മുടെ സ്നേഹിതനായി മാറുകയാ. 100 കൂട്ടം ആവശ്യം ഇവിടെ നിൽക്കുന്നത്. ഒരു കാര്യവും ഞാൻ ഏറ്റെടുക്കാറില്ല. ഒരു രഹസ്യം ഞാൻ പറഞ്ഞു തരട്ടെ പ്രിയമുള്ളവരെ. കുർബാന ആഘോഷിച്ച് വരുമ്പോൾ ഞാൻ എൻ്റെ എല്ലാ ആവശ്യങ്ങളും ആ കുർബാനയിലേക്ക് സമർപ്പിക്കും. അവിടെയാണ് രോഗസൗഖ്യം, അവിടെയാണ് വിടുതൽ, അവിടെയാണ് അനുഗ്രഹം. ഞങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ ദൈവം പൂർണ്ണമായി തീർത്തു തരും. നമുക്ക് വേണ്ടി കർത്താവ് പിടഞ്ഞ് പിടഞ്ഞ് മരിച്ചെങ്കിൽ ആ തിരുശരീര രക്തങ്ങളാ കടന്നു വരുന്നത്. നമുക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായ യേശു, നമുക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം ഊറ്റി തന്ന യേശു, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുകയാണ്. ഈ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുമ്പോ ഗാത്രം ഭോജനമാ, രക്തം കാസായ, ഇവ കൈക്കൊള്ളുവോരിൽ യേശു ചേർന്ന് വസിക്കും. ദൈവത്തിന് സ്തോത്രം, കർത്താവിന് മഹത്വം. പ്രിയമുള്ളവരെ, നമ്മളുടെ നാവിൽ തരുന്ന ഒന്നുണ്ട്, വിശുദ്ധ കുർബാന. ഇത് മുഹമ്മദ് അനുഭവിക്കുന്നില്ല, ഇത് കൃഷ്ണൻകുട്ടി അനുഭവിക്കുന്നില്ല. നമ്മൾ വ്യത്യസ്തരായില്ലേ? ഒന്ന്, നമ്മൾ മിശിഹായെ സ്വീകരിച്ചു. 2, നമ്മൾ വിശുദ്ധ കുർബാന അനുഭവിക്കുന്നു. 3, ബഹുമാനപ്പെട്ട പുരോഹിതൻ.
നമുക്ക് വേണ്ടി രഹസ്യ പ്രാർത്ഥന കഴിക്കുകയാണ്. നമ്മൾ വ്യത്യസ്തരാ പ്രിയമുള്ളവരെ, നമ്മൾ സാധാരണക്കാരല്ല. പുരോഹിതൻ ആരാ? കെട്ടാനും അഴിക്കാനും പുരോഹിതന് അധികാരമുണ്ട്. ഒരു പുരോഹിതനെതിരെ ഒരു വാക്ക് പോലും പറയരുത്. പുരോഹിതനെ നിന്ദിക്കരുത്. കന്യാസ്ത്രീകള്, പാസ്റ്റർമാര്, അച്ഛന്മാര്, സുവിശേഷകരെ, പ്രിയമുള്ളവരെ നിന്ദിക്കരുത് കേട്ടോ. വെറുതെ ശാപം മേടിച്ചു വെക്കരുത്. ദൈവത്തിന് സ്തോത്രം. ആ പുരോഹിതൻ യഹോവയുടെ ദൂതനാണ്. കെട്ടാനും അഴിക്കാനും പുരോഹിതന് അധികാരമുണ്ട്. അന്ന് നമുക്ക് വേണ്ടി പുരോഹിതന് രഹസ്യ പ്രാർത്ഥന കഴിച്ച്, കർത്താവേ, ഇന്ന് മാമൂസ് ഏൽക്കുന്ന ഈ ജോണിയുടെ പേര്, ഈ ജോബിയുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കണമേ. പട്ടക്കാരന്റെ രഹസ്യ പ്രാർത്ഥന സ്വർഗം സ്വീകരിച്ച് നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ട്. ജീവപുസ്തകത്തിൽ പേരെഴുതാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. 800 കോടി ജനങ്ങളിൽ നമ്മൾ എങ്ങനെ വ്യത്യസ്തരായത്? 1, നമ്മൾ മിശിഹായെ സ്വീകരിച്ചു. 2, നമ്മൾ വിശുദ്ധ കുർബാന അനുഭവിക്കുന്നു. 3, നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ട്. 4, നമ്മൾ വ്യത്യസ്തരായ എങ്ങനെയാണ്? നമ്മുടെ അമ്മയുടെ മടിയിൽ നിന്ന് നമ്മളെന്നും കേൾക്കുന്ന ഒരു പ്രാർത്ഥന, പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അന്യദൈവങ്ങൾ ഉണ്ടാക്കരുത്. അന്യദൈവത്തിൻ്റെ അടുക്ക പോയാൽ നശിച്ചു പോകും. ഞാനല്ലാതെ അന്യദൈവങ്ങൾ ഉണ്ടാകരുത്. 4 തലമുറ പ്രതികാരം ചെയ്യും. കണിയാമ്പറമ്പിൽ കുര്യൻകോർ എപ്പിസ്കോപ്പ അച്ഛൻ സുറിയാനിൻ തർജ്ജമ ചെയ്തപ്പോൾ, അന്യദൈവത്തിനടുക്കൽ പോയാൽ 4 തലമുറകൾ പ്രതികാരം ചെയ്യും. കടമറ്റം സേവ. പ്രിയമുള്ളവരെ, ഏകദൈവത്തിൽ വിശ്വസിക്കുന്നു. ബഹുദൈവാരാധനയിൽ നിന്ന് ഏകദൈവാരാധനയിലേക്ക് വിളിച്ചു വേർതിരിച്ച വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, അന്യദൈവ ആരാധന, കടമറ്റം സേവ വലിയ ശാപമാണ്. ദൈവത്തിന് സ്തോത്രം. മിശിഹായെ സ്വീകരിച്ച് വിശുദ്ധ കുർബാന അനുഭവിച്ച് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി ഏകദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ. പിന്നെ വേറൊരു മണവാളൻ അന്വേഷിച്ചു പോകരുത്. യേശുവാണ് നമ്മുടെ മണവാളൻ. നമ്മൾ മണവാട്ടിയാണ്. യേശു മണവാളന് വേണ്ടി കാത്തിരിക്കുന്ന മണവാട്ടിയാണ്. വിശുദ്ധിയോടെ വിശുദ്ധനായി കർത്താവിരിക്കുന്നവർ തിരുത്തേണ്ടതിന് വിശുദ്ധിയോടുള്ള ജീവിതമാണ് തമ്പുരാൻ നമ്മളിൽ ആഗ്രഹിക്കുന്നത്. അടുത്തത് പ്രിയമുള്ളവരെ, 5ാമത് നമ്മൾ എങ്ങനെ വ്യത്യസ്തരായത്? നമ്മൾ വിശുദ്ധ കുർബാനയിൽ സെദറാവായലൊരു ഭാഗമുണ്ട്. നമ്മൾ ആരാണ് സഭ നമ്മൾ പഠിപ്പിക്കുകയാണ്. കർത്താവേ, നിനക്ക് കാദീശ് പാടുന്ന മാലാഖമാരുടെ ഗണത്തിൽ ഞങ്ങളെ കൂട്ടിച്ചേർത്തതിനാൽ നിനക്ക് സ്തുതി. നമ്മൾ ആരുടെ ഗണത്തിലാ? മാലാഖമാരുടെ ഗണത്തിലാ. ഇത് ഞാൻ പറഞ്ഞതല്ല. കർത്താവോട് ചോദിച്ചു, പരീക്ഷ ചോദിച്ചു. ഒരാളെ കല്യാണം കഴിച്ചു, അവൻ മരിച്ചുപോയി, അവന്റെ ഭാര്യ അടുത്തയാളെ കല്യാണം കഴിച്ചു. അങ്ങനെ 7 പേർക്ക് ഭാര്യയായിരുന്നു. ആ കർത്താവ് ചോദിച്ചു, കൊടുക്കുവാൻ ചോദിച്ചു, പുനരുദ്ധാനത്തിൽ ഈ സ്ത്രീ ആരുടെ ഭർത്താവായി തീരും? അപ്പോൾ യേശു പറഞ്ഞു, പുനരുദ്ധാനത്തിൽ അവർ മാലാഖമാരെ പോലെയാകും. ഹല്ലേലൂയാ. നമ്മൾ ഇപ്പോൾ മാലാഖമാരുടെ ഗണത്തിലാണ്. അതുകൊണ്ടാണ് അത്യുന്നതങ്ങളിൽ സ്വർഗീയ മാലാഖമാർ സ്തുതിക്കുന്നത് പോലെ ബലഹീനരും പാപികളുമായ ഞങ്ങൾ സ്തുതിക്കുന്നു. 6 ചിറകുള്ള ശ്രോപ്പേന്മാർ, 2 കൊണ്ട് മുഖം മൂടിയും 2 കൊണ്ട് പറന്നു നിന്ന് 2 കൊണ്ട് പാദം മൂടി സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന് അവർണ്ണനീയമായ ശബ്ദത്തോടും അടങ്ങാത്ത നാവോടും കൂടെ ആരെയാണോ ആർത്തട്ടഹസിക്കുന്നത്, ആയവനെയും നമുക്ക് മഹത്വപ്പെടുത്താം. എങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്താം? സങ്കീർത്തനം 50:23, സ്തോത്രം എന്ന യാഗം. സ്തോത്രം ഒരു യാഗമാണ്. സ്തോത്രം ഒരു ബലിയാണ്. ആ സ്തോത്രമെന്ന യാഗമർപ്പിക്കുന്നവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല വിന്നത്യവും ഇടവിടാതെ ക്രിസ്ത്യാനി അർപ്പിക്കണം. ദൈവത്തിന് നമ്മുടെ പണം വേണ്ട, ദൈവത്തിന് നമ്മുടെ സമ്പത്ത് വേണ്ട, ദൈവത്തിന് നമ്മുടെ പൊന്നും വെള്ളിയും വേണ്ട. എന്നാണ് ദൈവത്തിന്റെ നമ്മൾ ആഗ്രഹിക്കുന്നത്? ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നിൻ സ്തുതിയും ഹല്ലേലൂയായും കർത്താവേ നിർത്തരുത്. നിർത്താതെ ദൈവത്തെ സ്തുതിക്കുക. അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നമ്മൾ മാലാഖമാരുടെ ഗണത്തിലാണ്. അതുകൊണ്ടാണ് സഭ പഠിപ്പിക്കുന്നത്, തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെടണം. ആകാശം സ്തുതി കൊണ്ട് നിറയാൻ അവിടെ മാലാഖമാരുണ്ട്. ഭൂമി സ്തുതി കൊണ്ട് നിറയണമെങ്കിൽ
മാലാഖമാരുടെ ഗണത്തിലുള്ള ക്രിസ്ത്യാനിയെ നമ്മൾ ദൈവത്തെ സ്തുതിക്കണം, നമ്മൾ ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ വിശ്വസിക്കണം, ദൈവത്തെ ആശ്രയിക്കണം. ദൈവത്തെ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. രോഗികളാണോ, കടഭാരമുണ്ടോ, ഭർത്താവിന്റെ മദ്യപാനത്തെ കുറിച്ച് ഭാരപ്പെടുന്നുണ്ടോ, വീട് പണിയാൻ ആഗ്രഹിക്കുന്നുണ്ടോ, നിങ്ങൾ വിശ്വസിക്ക്. ഇന്ന് ഈ വചനം കേൾക്കുന്ന ഏവരുമേ വിഷക്കുപ്പി എടുക്കണ്ട, കയറെടുക്കണ്ട, നിങ്ങൾ ദൈവത്തെ വിശ്വസിക്ക്. നിന്ന് നിങ്ങളുടെ വിഷയത്തിന് ദൈവം മറുപടി തരികയാണ്. തല താഴ്ത്തിയുടെ മുമ്പിൽ നിങ്ങളുടെ തല ഉയർത്തുവാൻ ദൈവം നിങ്ങളെ ഉയർത്താൻ പോകുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഏതെങ്കിലും പ്രതിസന്ധിയിലായിരിക്കുന്നുവോ, നിങ്ങൾ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്ക്, വിശ്വസിച്ച് പ്രാർത്ഥിക്ക്. ആ കുഷ്ഠരോഗി വിളിച്ച് പ്രാർത്ഥിച്ചതുപോലെ, കണ്ണുകുടൽ വിളിച്ച് പ്രാർത്ഥിച്ചതുപോലെ, വിശുദ്ധ പത്രോസ് വിളിച്ച് യേശുവേ എന്നെ രക്ഷിക്കണമേ എന്ന് വിളിച്ചതുപോലെ നിങ്ങൾ വിളിക്ക്, എന്നെ വിളിച്ചപേക്ഷിക്ക്, ഞാൻ നിങ്ങൾക്ക് ഉത്തരമരുളാം. എന്ത് പ്രതിസന്ധി ആകട്ടെ പ്രിയമുള്ളവരെ, എന്ത് കടഭാരമാകട്ടെ, ഭർത്താവിന്റെ മദ്യപാനമാകട്ടെ, ഈ സെന്റ് ജോൺസ് ധ്യാന കേന്ദ്രത്തിൽ ആയിരക്കണക്കിന് ആളുകളുടെ വിഷയത്തിന് ദൈവം മറുപടി തന്നിട്ടുണ്ട്. ഇവിടെ ചുമന്നു കൊണ്ടുവന്നവര് നൃത്തം ചെയ്തു പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. വിശുദ്ധ കുർബാന അനുഭവിച്ചപ്പോൾ എടുത്തുകൊണ്ടുവന്ന് കിടത്തിയ പ്രിയമുള്ളവരെ ഒരു കൊച്ചിനെ നടന്നു പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ വിശ്വസിക്കുക. രോഗമാകുന്ന ഭാഗത്ത് നിങ്ങൾ കരം വെച്ച് യേശുവിനെ വിളിച്ച് നിങ്ങൾ പ്രാർത്ഥിക്ക്. ആരൊക്കെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവരൊക്കെ അനുഗ്രഹം പ്രാപിക്കണം. എന്നാൽ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. പ്രാർത്ഥിച്ചാൽ ദൈവം പ്രവർത്തിക്കും, പ്രാർത്ഥിച്ചാൽ ദൈവം പ്രവർത്തിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കണം. സന്ധ്യയ്ക്കും പ്രഭാതത്തിലും പാതിരയ്ക്കും എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. ആ കുടുംബവും തലമുറകൾ അനുഗ്രഹം പ്രാപിക്കും. പ്രാർത്ഥിച്ചാൽ ഞാൻ ഒരു ദിവസം 5 മണിക്കൂർ ദൈവത്തിന് കൊടുക്കും. ഒരു 2 മണിക്കൂറെങ്കിലും ദൈവസന്നിധിക്ക് വചനം വായിക്ക്, വചനം കേൾക്ക്, പ്രാർത്ഥിക്കുക. പ്രിയമുള്ളവരെ, പള്ളിയിൽ പോകുക, കൂട്ടായ്മയ്ക്ക് പോകുക, നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും നീ മറക്കരുത്. ഈ വക യാഗത്തിലാ ദൈവം പ്രസാദിക്കുന്നത്. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും, പ്രാർത്ഥിച്ചാൽ ദൈവം പ്രവർത്തിക്കും, ആരാധിച്ചാൽ ദൈവം വിടുവിക്കും. സെന്റ് ജോൺസ് വീട്ടിൽ ആരാധന നടക്കുമ്പോൾ അനേക രോഗികൾക്ക് സൗഖ്യം കൊടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ വന്ന് ധ്യാനം കൂടി അനേകം പേർക്ക് ദൈവം മക്കളെ കൊടുത്ത് അനുഗ്രഹിച്ച് കണ്ടിട്ടുണ്ട്. തകർന്നു കിടന്ന അനേക കുടുംബങ്ങൾ അതിനെ കൂട്ടിച്ചേർക്കുവാൻ ദൈവം സാധിപ്പിച്ചു. അതുകൊണ്ട് ആരാധിച്ചാൽ വിടുതലാണ്, ആശ്രയിച്ചാൽ ദൈവം കരുതും. ദൈവത്തെ ആശ്രയിക്കണം. പ്രിയമുള്ളവരെ, 2 കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കണം. ഒന്ന്, നമ്മൾ വ്യത്യസ്തരാണ്. എങ്ങനെ? ഒന്ന്, മിശിഹായെ സ്വീകരിച്ചു. 2, നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ട്. 3, ഹല്ലേലൂയ, നമ്മൾ വിശുദ്ധ കുർബാന അനുഭവിക്കുന്നവരാ. 4, ഏകദൈവത്തിൽ വിശ്വസിക്കുന്നവരാ. 5, മാലാഖമാരുടെ ഗണത്തിലാ. 6, പെന്തക്കോസ്തിന്റെ അന്ന് പള്ളിയിൽ പോയി കമിഴ്ന്ന് കിടന്ന യേശുവിന്റെ കാലിൽ കെട്ടിപ്പിടിച്ചിട്ട് കുറിയലായിസോൻ എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മ നിറവിൽ നമ്മൾ എഴുന്നേറ്റവരാ. നമ്മൾ വ്യത്യസ്തരല്ലേ പ്രിയമുള്ളവരെ? പരിശുദ്ധാത്മ നിറവിൽ ഞങ്ങൾ എഴുന്നേറ്റവരാ. 7-ാമത്തെ കാര്യം 1 പത്രോസ് 2:9 നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. 1 പത്രോസ് 2:9. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു. നമ്മൾ വ്യത്യസ്തരാ. 7-ാമത്തെ കാര്യം, നിങ്ങളോ അന്ധകാരത്തിൽ കിടന്ന് നമ്മളെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ. നമ്മൾ അന്ധകാരത്തിലായിരുന്നു, നമ്മൾ പാപം ചെയ്ത് ദൈവത്തിന് അകന്നു പോയവരായിരുന്നു. പ്രിയമുള്ളവരെ, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് യേശു പറഞ്ഞു, ഞാൻ ജീവന്റെ വെളിച്ചമാണ്. അതുപോലെ ആ പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയ 800 കോടി ജനങ്ങളിൽ നിന്ന് സുവിശേഷം അറിയിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ടവരാ. സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ അയ്യോ ദുരിതം. വലിയ കെട്ടിടങ്ങൾ പണിയാനും, വലിയ ആശുപത്രി, ചെറിയ ആശുപത്രി, വലിയ കമ്മിറ്റി, ചെറിയ കമ്മിറ്റി, വലിയ സ്കൂള്, ചെറിയ സ്കൂള്, വലിയ പള്ളി, ചെറിയ പള്ളി. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, വലിയ പരീക്ഷകൾ, ഇതൊക്കെ ആവശ്യമാണ്. പക്ഷേ എന്താണ് ദുരിതം വരാൻ കാരണം? 1 കൊരിന്ത്യർ 9:1 എടുക്കണ്ട. 16
ഓ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ അയ്യോ ദുരിതം. ഏഴാമത്തെ കാര്യത്തിൽ നമ്മൾ വ്യത്യസ്തരായ എങ്ങനെയാ? നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയാണ് പ്രിയമുള്ളവരെ. നമ്മൾ മറ്റുള്ളവരെ പോലെയല്ല, തെരഞ്ഞെടുക്കപ്പെട്ടവരാ. അവിടെ എവിടെയാ ചിതറിപ്പാർക്കുന്ന ദൈവത്തിന്റെ സ്വന്തം ജനം. നമുക്ക് കർത്താവ് ഒരുക്കുന്ന ഒരു സ്ഥലമുണ്ട്. നമുക്ക് വേണ്ടി കർത്താവ് സ്ഥലമൊരുക്കി. നമ്മുടെ യേശു രണ്ടാമത് വരും. എല്ലാവർക്കും വേണ്ടി യേശു മരിച്ചെങ്കിൽ ഇനി വരുന്നത് എല്ലാവർക്കും വേണ്ടിയിട്ടല്ല, വീണ്ടെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തത്താൽ പാപങ്ങളെ കഴുകി വിശുദ്ധീകരിച്ച് നിർമ്മല കന്യകയായി യേശുവിന്റെ വരവിനായി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി യേശു രണ്ടാമത് വരും. വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കണം. ഹല്ലേലൂയ. അതിനു വേണ്ടി തെരഞ്ഞെടുത്തതാ, പണം സമ്പാദിക്കാനല്ല. ഈ പണത്തിനൊന്നും വലിയ വിലയൊന്നുമില്ല. ഈ സമ്പത്തൊക്കെ ഇന്ന് ഇട്ടേച്ച് പോകും, ഒരു ദിവസവും എല്ലാം ഇട്ടേച്ച് പോകും. നമുക്ക് വിലയില്ലാത്ത ഈ സാധനത്തിന്റെ പിറകെ ഓടരുത് പ്രിയമുള്ളവരെ. ജോലി ചെയ്യണം, അധ്വാനിക്കണം, പണമൊക്കെ വേണം. എന്നാൽ ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നു, എൻ്റെ ദൈവമേ, എൻ്റെ മക്കളെ വലിയ സമ്പന്നരാക്കല്ലേ, ദൈവത്തെ മറന്നു പോകാൻ ഇടയാകല്ലേ. എൻ്റെ മക്കളെ ദരിദ്രരാക്കി ദൈവത്തെ ദുഷിച്ചു പറയാൻ ഇടയാക്കല്ലേ. ഹല്ലേലൂയ. മക്കൾ പണം സമ്പാദിക്കാനല്ല, പണക്കൊതിയന്മാരാക്കിയാനല്ല വളർത്തേണ്ടത്. അവരെ സ്വർഗം സ്വപ്നം കാണാൻ പഠിപ്പിക്കണം. എന്നിട്ട് കാനഡയ്ക്ക് വിട്ടോ, എന്നിട്ട് നിങ്ങൾ അമേരിക്കയ്ക്ക് വിട്ടോ. പ്രിയമുള്ളവരെ, പണം എന്ന് പറയുന്ന സെന്റ് പോൾ പറഞ്ഞത് ചപ്പും ചവറുമായി മാറും. കോടിക്കണക്കിന് ഡോളറിന് ആസ്തിയുള്ള സെന്റ് പോൾ പറയുകയാണ്, ഹല്ലേലൂയ, ഇതൊരിക്കൽ ചപ്പും ചവറുമായ. അല്ലയോ ധനവാന്മാരെ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞ് മുറയിടുവീൻ. നിങ്ങളുടെ ധനം ദ്രവിക്കും, ഉടുപ്പ് പുഴുവരിക്കും, നിങ്ങളുടെ പൊന്നും വെള്ളിയും കറ പിടിക്കും. ആ കറ നിങ്ങൾക്ക് വേറെ സാക്ഷ്യം പറയും. അതുകൊണ്ടാണ് വചനം പറയുന്നത്, സ്വർണം കൂട്ടിവെക്കുന്നതിനേക്കാൾ ദാനം ചെയ്യുന്നത് നല്ലത്. ദാനധർമ്മം സകല പാപങ്ങളെ തുടച്ചു നീക്കും. ദാനധർമ്മം മരണത്തിൽ നിന്ന് വിടുവിക്കും. ദാനധർമ്മം ജീവിതത്തിന്റെ പൂർണ്ണത ആസ്വദിക്കും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, കർത്താവിന് മഹത്വം. സമ്പത്ത് വർദ്ധിക്കുമ്പോൾ ഇങ്ങനെ വാരി വിതറിക്കൊള്ളണം, കൂട്ടിവെക്കരുത്. ക്രിസ്ത്യാനി കൂട്ടിവെക്കരുത്. ക്രിസ്ത്യാനിക്കൂടെ പൗരത്വമില്ല. ക്രിസ്ത്യാനിയുടെ പൗരത്വം സ്വർഗത്തിലാ. 33 വയസ്സിൽ യുവരക്തം ഊറ്റി തന്ന യേശു ക്രിസ്തു പറഞ്ഞ എന്താണ്? നിങ്ങൾക്കുള്ളത് വിറ്റ് ഭിക്ഷ കൊടുക്കുക, എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്ക് ഇഷ്ടം നിക്ഷേപം ഉണ്ടാകും. പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപങ്ങൾ സ്വരൂപിക്കരുത്. പുഴു കെടുക്കാതെയും കള്ളന്മാർ തുറന്നു മോഷ്ടിക്കാതിരിക്കുന്ന സ്വർഗത്തിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കണം. ദൈവത്തിന് സ്തോത്രം, കർത്താവിന് മഹത്വം. സമ്പത്തല്ല നമ്മുടെ ലക്ഷ്യം. എന്താണ് നമ്മുടെ ലക്ഷ്യം? ജീവിച്ചാലും മരിച്ചാലും യേശു ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുക. അതാണ് ക്രിസ്ത്യാനി ലക്ഷ്യം. എന്താണ് നമ്മുടെ ദൗത്യം? ലോകം മുഴുവൻ സുവിശേഷം എത്തിക്കുക. അതാണ് നമ്മുടെ ദൗത്യം. തോളേലി പള്ളിയിലൊക്കെ ഞാൻ കുന്നക്കാലിന്റെ പ്രദേശത്ത് തോളയിൽ വന്ന് താമസിക്കുമ്പോൾ തോളയിലുള്ളവരൊക്കെ അക്രൈസ്തവരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ബാവ കല്ലും മണ്ണും ചുമക്കുന്നതും. പ്രിയമുള്ളവരെ, കപ്പയും ചമ്മന്തിയും കഴിച്ച് ആ തോളേലി പള്ളി പണിയാൻ ബാവ കഷ്ടപ്പെട്ടത് ഞാൻ ഓർക്കുക. ബാവ പറഞ്ഞതും, ബാവയല്ല പറഞ്ഞത്, അവിടെയുള്ള അക്രൈസ്തവർ പറഞ്ഞത് ഒക്കെ ഞാൻ ഈ സമയത്ത് ഓർത്തുകയാണ്. തോളേലി പള്ളിയിൽ വരുമ്പോൾ ഞാൻ ബാവയുടെ മുമ്പിൽ മുട്ടുകുത്തി തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചെന്നെ ധൈര്യമായി പോ എന്ന് എന്നോട് പറഞ്ഞ ഈ സമയത്ത് ഓർക്കുകയാണ്. പ്രിയമുള്ളവരെ, ബാവ ഇങ്ങനെ ആശുപത്രി സന്ദർശിക്കാനൊക്കെ പോകുന്നത് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പോകുമ്പോൾ അന്നൊക്കെ വലിയ ദാരിദ്ര്യമാണല്ലോ. കോലഞ്ചേരി മെഡിക്കൽ മിഷനിലൊക്കെ തീരെ പാവപ്പെട്ടവരൊക്കെ വന്ന് അവിടെ അടുത്ത് ചെന്ന് അവരുടെ കയ്യിലൊക്കെ പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ രോമം അങ്ങനെ എഴുന്നേൽക്കുന്നതായിട്ട് ബാവ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നിട്ട് ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവിടെയൊക്കെ കണ്ണ് നിറയും. ആ ബാവയൊക്കെ പ്രസംഗിച്ചത് കേട്ടാണ് ഞങ്ങൾ ആശുപത്രി സന്ദർശിക്കാനും ഭവനങ്ങൾ സന്ദർശിക്കാനൊക്കെ തീരുമാനമെടുത്തത്. ബാവയുടെ വാക്കുകളാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടു. TV-യുടെ മുമ്പിൽ ചാനൽ മാറ്റി പ്രിയമുള്ളവരെ, പോകാനല്ല ദൈവം വിളിച്ചത്, കർത്താവായ യേശു വിളിച്ചത്. കർത്താവ് പറഞ്ഞു, ഞാൻ രോഗിയായിരുന്നടാ, നിങ്ങൾ എന്നെ വന്ന് കണ്ടു.
ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. വിശന്നവനായിരുന്നുടാ, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നില്ലേ. ഞാൻ ജയിലിലായിരുന്നു. ജയിലിൽ പലപ്പോഴും സെന്റ് ജോൺസിന്റെ പ്രവർത്തകർ പോയിട്ടുണ്ട്. എൻ്റെ കണ്ണ് നിറഞ്ഞു പോയ പല അനുഭവങ്ങളുണ്ട്. അനേക ചെറുപ്പക്കാർ ജയിലിൽ കിടക്കുമ്പോൾ അവിടെ ചെന്ന് സുവിശേഷം അറിയിക്കാൻ വലിയ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. പല പ്രാവശ്യം പല ജയിലുകളിൽ സുവിശേഷം കേൾക്കുമ്പോൾ അനേകർ കരയുന്നത്. ജയിലിൽ കിടക്കുന്ന നിരപരാധികൾ അവിടെയുള്ളവരെ, അവർക്കൊക്കെ അബദ്ധം പറ്റിപ്പോയത് പലർക്കും ഒറ്റ ദേഷ്യത്തിന് വന്ന തെറ്റുകൊണ്ട് വന്നതാണ്. അവരൊക്കെ സുവിശേഷം കേൾക്കുമ്പോൾ മാനസാന്തരപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് കർത്താവ് പറയാ, ഞാൻ തടവിലായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടു, ഒന്ന് പോ സുവിശേഷം അറിയിക്കേ. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടു. എനിക്ക് വിശന്നു, എനിക്ക് നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു. എപ്പോഴാണ്? അന്നാ ചെറിയ ഒരുത്തിന് ചെയ്തൊക്കെ നിങ്ങൾ എനിക്കാണ്. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന നിത്യരാജ്യം, സ്വർഗരാജ്യം, ദൈവരാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ. നല്ല വിളി കേൾക്കാൻ ഒരു വാക്യം കൂടെ വായിക്കുക, അവസാനിപ്പിക്കാം. എഫേസ്യർ 2:8. നമ്മള് മിശിഹായെ സ്വീകരിച്ചപ്പോൾ നമ്മൾ ആരായി മാറി? എഫേസ്യർ 2:8 വായിച്ചേ. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവത്തിന്റെ കൃപയാണ് നമ്മൾ രക്ഷിക്കപ്പെടാൻ കാരണം. പിന്നെ അതിന് നിങ്ങൾ കാരണമല്ല, കാരണവുമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവർത്തികളും കാരണമല്ല. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്ത് എന്തിനാ നമ്മളെ ദൈവം സൃഷ്ടിച്ചത്? 800 കോടി ജനങ്ങളിൽ നിന്ന് നമ്മളെ എന്തിനാ വ്യത്യസ്തരാക്കിയത്? മിശിഹായെ സ്വീകരിച്ച് വിശുദ്ധ കുർബാന അനുഭവിച്ച് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി ഏകദൈവത്തിൽ വിശ്വസിച്ച് മാലാഖമാരുടെ ഗണത്തിലാക്കി. പ്രിയമുള്ളവരെ, നമ്മളെ രാജകീയ പുരോഹിതന്മാരാക്കി മാറ്റിയത് എന്തിനാ? ക്രിസ്തുയേശുവിൽ നമ്മളെ പുതിയ സൃഷ്ടിയാക്കി മാറ്റിയത് എന്തിനാ? സൽപ്രവർത്തികൾക്കായിട്ട്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തതാ. നമ്മളൊക്കെ മരിച്ചേ മച്ചമെന്ന് പ്രാർത്ഥിക്കും. കർത്താവേ, ഇപ്പോൾ സത്യവിശ്വാസത്തോടും സൽപ്രവൃത്തികളോടും കൂടെ വാങ്ങിപ്പോയ ദാസനെ മനോഹരമായ വാസസ്ഥലം ഒരുക്കണമേ. ഹല്ലേലൂയ. ഒരു നാണയത്തിന് 2 വശമുള്ളത് പോലെ സ്വർഗത്തിൽ പോകാൻ സത്യവിശ്വാസം വേണം. പിന്നെ വേറെ ഒന്നിനെ വിശ്വസിക്കരുത്. കൂടോത്രത്തെ, കൈവശത്തെ, 1-ാം തീയതി ശവനം വന്ന പുറയെന്ന് വിളിച്ച പള്ളിയില്ല, നമുക്കൊന്നുമില്ല. പ്രിയമുള്ളവരെ, സ്ഥാനക്കാരനെ വീട്ടിൽ കയറ്റണ്ട, കൊച്ചിന്റെ നാള് നോക്കണ്ട, ജാതകം കീറിക്കളാം. കർത്താവിന്റെ എല്ലാ സംരക്ഷണവും നമുക്ക് ദൈവം തരും. ഹല്ലേലൂയ. നമ്മളെ സൃഷ്ടിച്ചത് സൽപ്രവൃത്തികൾക്കായിട്ടാണ്. ദൈവത്തിന് സ്തോത്രം, കർത്താവിന് മഹത്വം. അതുകൊണ്ട് ദൈവം തന്ന സമ്പത്ത് വാരി അങ്ങ് വിതരണം. എന്താ സഭ പഠിപ്പിക്കുന്നത്? ഈ ലോകത്തിൽ ദാനധർമ്മങ്ങളെ വിതയ്ക്കുന്നവന് ക്രിസ്ത്യാനി വിതയ്ക്കണം. ഒരു മനുഷ്യൻ പറഞ്ഞു, ഏറിയാണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുക്കൾ കൂട്ടിവെച്ചിരിക്കുന്നു, ഞാൻ ആശ്വസിക്കും, ഞാൻ തിന്നും, ഞാൻ കുടിക്കും. ദൈവം ചോദിച്ചു, മൂഢാ, ഈ രാത്രി നിന്റെ പ്രാണനെ ദൈവം നിന്നോട് ചോദിക്കും, നീ കൂട്ടിവെച്ചത് ആർക്കാ? അതുകൊണ്ട് സഭ പഠിപ്പിക്കുന്നത്, നമ്മൾ കർത്താവ് വരുമ്പോൾ അങ്ങ് പറക്കും, ഒന്നും കൊണ്ടുപോയില്ല, ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് സഭ പഠിപ്പിക്കുകയാണ്, ഈ ലോകത്തിൽ ദാനധർമ്മങ്ങളെ വിതയ്ക്കുന്നവന് ഉയർപ്പിന്റെ നാളിൽ കൊയ്യും. മിശിഹാ വന്ന് എല്ലാവന്റെയും പ്രവൃത്തി പരിശോധിക്കുന്ന സമയത്ത് ധർമ്മം ചെയ്തവർക്ക് നിത്യജീവൻ. ആർക്കാണ് നിത്യജീവൻ? ധർമ്മം ചെയ്തവർക്ക്. ദരിദ്രന്മാർക്കും യാചകർക്കും കൊടുക്കാതെ ഭൂമിയിൽ ദ്രവ്യത്തെ ഒളിച്ചു വെച്ചവർക്ക് കഷ്ടം. ദരിദ്രന്മാർക്കും യാചകർക്കും കൊടുക്കാതെ ഭൂമിയിൽ ദ്രവ്യത്തെ ഒളിച്ചു വെച്ചവർക്ക് കഷ്ടം. തങ്ങളുടെ മേശയിൽ നിന്ന് പട്ടിണിക്കാരെ തൃപ്തിപ്പെടുത്തിയവർ ഭാഗ്യവാന്മാർ, അവർ സ്വർഗരാജ്യത്തിൽ ആനന്ദിക്കും. കോതമംഗലം ആശുപത്രിയിൽ പട്ടിണി കിടക്കുന്നവരെ കണ്ടിട്ട് ഇറങ്ങിയതാ ഞാൻ. കോതമംഗലം ആരപ്പെട്ടി പെരുമ്പാവൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ രോഗികൾക്ക് ഭക്ഷണം കൊണ്ട് ചെല്ലുമ്പോൾ കൈ നീട്ടി നിൽക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. ഇച്ചിരി ചോറ് തരാമോ? ഇനി എന്തിനാ വൈകിട്ടത്തേക്കില്ല. വിശപ്പുള്ളവരെ നിന്റെ അപ്പം നുറുക്കി കൊടുക്കുക. അലിഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർക്കുക. അപ്പോൾ നിന്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും. അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ വെളിച്ചം നമ്മളിൽ ശോഭിക്കും. കോതമംഗലത്ത് വീട് സന്ദർശിക്കുമ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ 3 പെൺപിള്ളേര്, അപ്പൻ രോഗി, അമ്മ രോഗി, അക്രൈസ്തവരാണ്. പ്രിയമുള്ളവരെ, 3.5 സെന്റിന് ബാത്റൂമില്ല 3 പെൺപിള്ളേർക്ക്. ഞാൻ ആദ്യം സെന്റ് ജോൺസ് മിഷൻ ചെന്ന ഒരു കൊച്ചു ബാത്റൂം നടന്നു കൊടുത്തു. വലിയ സന്തോഷമായി.
പിന്നീട് അവരുടെ കൊച്ചു വീട് അവർക്ക് മേടിച്ചു കൊടുത്തു, പണിത് കൊടുത്തു. എന്തൊരു സന്തോഷമായി. അവിടെ പാട്ടും പ്രാർത്ഥനയും ആരാധനയൊക്കെ തുടങ്ങിയപ്പോൾ എന്നോട് ഒത്തിരി പേര് എതിർത്തു. പ്രിയമുള്ളവരെ, ഞങ്ങൾ അവരെ മതം മാറ്റിയിട്ടില്ല, പേര് മാറ്റിയിട്ടില്ല. പക്ഷേ അവരുടെ വീട്ടിൽ അവർ പാടുന്നിങ്ങനെയാ: എൻ്റെ യേശു എനിക്ക് നല്ലവൻ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തത. പ്രിയമുള്ളവരെ, 3 പെൺപിള്ളേരെ കണ്ടു. മൂത്തവൾ 34, അതിൻ്റെ താഴെ 31, അതിൻ്റെ താഴെ 29. വിവാഹം കഴിക്കാൻ നിവൃത്തിയില്ല. അന്ന് മുതൽ തുടങ്ങിയതാ. അനേക കുട്ടികളുടെ വിവാഹം പൂർണ്ണമായി ഏറ്റെടുത്ത് നടത്താൻ ദൈവം സാധിപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. 103 ഭവനങ്ങൾ പണിത് കൊടുക്കുവാൻ ദൈവം സാധിപ്പിച്ചു. ഞാൻ ബൈക്കിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു അമ്മച്ചി, ഞെറിയിട്ടൊരമ്മച്ചി, ഇങ്ങനെ കൊഞ്ചുപോലെ വളഞ്ഞൊരു സാധനം, കണ്ണീക്കിടെ കണ്ണുനീര് വടിച്ച് കാണിക്കുന്ന ഞാൻ കണ്ടു. അന്ന് ഞങ്ങൾ അടുത്ത് ചോദിച്ചു, എന്തിനാ അമ്മച്ചി കരയണേ? അമ്മച്ചി പറഞ്ഞു, മോനെ മരുന്ന് വാങ്ങാൻ പൈസ ഇല്ല. അന്ന് മുതൽ വിധവാ പെൻഷൻ കൊടുക്കാൻ തുടങ്ങി. ഒരു വീട്ടിൽ ചെന്നപ്പോൾ അപ്പച്ചനും അമ്മച്ചനും കണ്ണിന് കാഴ്ചയില്ല, ഒരു കൊച്ചു വികലാംഗയാ. ഞാനോർത്ത് ഇവരെങ്ങനെ ജീവിക്കും? അന്ന് മുതൽ അന്ധന്മാർക്ക് പെൻഷൻ കൊടുക്കാൻ തുടങ്ങി. 6 കിലോമീറ്റർ നടന്നൊരു കൊച്ച് പഠിക്കാൻ പോകുന്നു, ഒരു സൈക്കിൾ പോലും ഇല്ല. 3 കിലോമീറ്റർ അങ്ങോട്ട്, 3 കിലോമീറ്റർ. അവൻ രാവിലെ ഉച്ചവരെ സ്കൂൾ പോയി, വൈകുന്നേരം വരെ സ്കൂളിൽ പോകും. എന്നിട്ട് വൈകുന്നേരം അത് കടയിൽ പോയി നിൽക്കും. അവിടെ നിന്ന് കിട്ടുന്നത് കുടുംബം ജീവിക്കാൻ. കാറ്ററിങ്ങിന് പോകും, കുടുംബം ജീവിക്കും. അങ്ങനെ +2 കൊച്ചു പാസ്സായി. തുടർന്ന് പഠിക്കാൻ നിവൃത്തിയില്ലാതെ ഞങ്ങൾ സെൻറ്റ് ജോൺസ് മിഷൻ പ്രവർത്തകർ ഓടി നടന്ന് 2 കൊല്ലത്തെ ഫീസ് കെട്ടിയപ്പോൾ അവൻ്റെ കണ്ണ് നിറയുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു നേരത്തെ ആഹാരത്തിനും ഒരു നേരത്തെ മരുന്നിനും കയറി കിടക്കാനൊരു വീടില്ലാതെ, മക്കളെ കെട്ടിക്കാൻ നിവൃത്തിയില്ലാതെ. ഇപ്പൊ 2 അപേക്ഷ സെൻറ്റ് ജോൺസിനുണ്ട്. അപ്പനും അമ്മയില്ല, കിടക്കാൻ വീടില്ല, ഒരു തുണ്ട് ഭൂമിയില്ല, ആങ്ങളമാരില്ല. പ്രിയമുള്ളവരെ, ഇങ്ങനെ വിഷമിക്കുന്ന പാവപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങൾ വാരി വിതറിക്കൊള്ളണം. അതൊക്കെ സ്വർഗത്തിൽ നിക്ഷേപമാണ്. അതെല്ലാം സ്വർഗത്തിൽ നിക്ഷേപം, ഒന്നും നഷ്ടമാകില്ല. ഇവിടെ കൊടുക്കുന്നതൊക്കെ സ്വർഗത്തിൽ നിക്ഷേപമാണ്. സഭ നമ്മളെ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പിതൃവത്സരെ, നിങ്ങൾ പണം സമ്പാദിച്ച് പാവപ്പെട്ടവരെല്ലാം നിങ്ങൾ സംരക്ഷിക്കണം. ഹല്ലേലൂയ. അപ്പോൾ സ്വർഗത്തിൽ നമുക്ക് നിക്ഷേപം ഉണ്ടാകും. യേശു പറഞ്ഞു, ചെറിയ ഒരുത്തിന് ചെയ്തതൊക്കെ നിങ്ങൾ എനിക്കാണ്. തലവണക്കാൻ, കണ്ണടയ്ക്കാം. കർത്താവേ, ഈ പ്രോഗ്രാം റെക്കോർഡ് ചെയ്ത കുടുംബത്തെ അനുഗ്രഹിക്കണം. വായിച്ചു തന്ന മകളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഇന്ന് ഈ പ്രോഗ്രാം, ഈ വചനം ആയിരക്കണക്കിന് ആളുകളിൽ എത്തിക്കുവാൻ ഇതിനുവേണ്ടി സമ്പത്ത് ചെലവിട്ട കുടുംബത്തെ പാട്ടിനും പ്രാർത്ഥനയ്ക്കും കർത്താവ് റെക്കോർഡിങ്ങിനുമൊക്കെ ഇതിനുവേണ്ടി പണം ചെലവിട്ട ആ കുടുംബത്തെ ഐശ്വര്യമായി അനുഗ്രഹിക്കണമേ. സെൻറ്റ് ജോൺസ് മിഷൻ്റെ മിഷണറിമാർ, കമ്മിറ്റി അംഗങ്ങൾ, സോഷ്യൽ വർക്കേഴ്സ്, പ്രയർ സെല്ലങ്ങൾ, ഓർഫനേജിലെ കുഞ്ഞുങ്ങൾ, കോർഡിനേറ്റേഴ്സ്, അച്ഛന്മാർ, സിസ്റ്റേഴ്സ്, ചെറുതും വലുതുമായി മിഷനെ സഹായിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. സകല വിശുദ്ധരെയും മലഹമാരെ തമ്പുരാനെ പറ്റി അമ്മേ, ഈ വചനം കേട്ടവരെല്ലാം രൂപാന്തരപ്പെടാവിക്കട്ടെ. 7 കാര്യങ്ങൾ വ്യത്യസ്തരാണെന്നവർ കേട്ടില്ല അപ്പാ. മിശിഹായെ സ്വീകരിച്ചവര്, വിശുദ്ധ കുർബാന അനുഭവിച്ചവര്, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയവര്, ഏകദൈവത്തിൽ വിശ്വസിക്കുന്നവര്, മാലാഖമാരുടെ ഗണത്തിൽ രാജകീയ പുരോഹിത വർഗം, പരിശുദ്ധാത്മ നിറവുള്ളവര്, പരിശുദ്ധാത്മാവിന് ശക്തി ലഭിച്ചാൽ യെരൂശലേമിലും യഹൂദയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം യേശുവിൻ്റെ സാക്ഷികളാകാൻ കർത്താവിനെ ധാരാളമായി അനുഗ്രഹിക്കണമേ. ഈ വചനം കേട്ടവരെല്ലാം അനുഗ്രഹിക്കണം. കുടുംബങ്ങളെ അനുഗ്രഹിക്കണം, മക്കളെ അനുഗ്രഹിക്കണം, അവരുടെ രോഗസൗഖ്യം കൊടുക്കണമേ, കടഭാരം നീക്കണമേ. കർത്താവ് ഈ വിദേശത്തേക്കുള്ള വഴി തുറക്കണപ്പാ. വിവാഹപ്രായ മക്കൾക്ക് തക്ക തുണയെ കൊടുക്കണപ്പാ. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുത്ത് അനുഗ്രഹിക്കണപ്പാ. യേശുവേ, വചനം കേട്ടവരുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി കൊടുക്കണമേ. ജീവിത പങ്കാളി മടക്കി വരുത്തണേ. ഒരുമിച്ചൊന്ന് പള്ളിയിൽ പോകാൻ, ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമല്ലണം സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കാ നീ ചെയ്തൊരു നന്മയ്ക്കായി നന്ദി ഇന്നു ചൊല്ലുന്നു ഞാൻ. കേട്ട തിരുവചനങ്ങളുടെ വെളിച്ചത്തിൽ തമ്പുരാൻ നമ്മോട് സംസാരിച്ച ആ നല്ല വചനങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഈ നിമിഷം അഭിഷിക്തൻ്റെ ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് നമുക്കൊരുങ്ങാം. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും തമ്പുരാനെ പറ്റി അമ്മയുടെയും
മോർ യോഹാനവും ദാനയുടെയും സകലവിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും മധ്യസ്ഥയും കാവലും നിങ്ങളെല്ലാവരോടുകൂടെയും വിട്ടുവന്ന ഭവനങ്ങളോടുകൂടെയും ഇന്ന് വചന ശുശ്രൂഷ നടത്തി നമ്മെ ധന്യമാക്കിയ ജോണി ബ്രദറോടുകൂടെയും എല്ലാവരോടുകൂടെയും എപ്പോഴും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. Hallelujah. Hallelujah.